ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പണ്ട് തൊട്ടിട്ടേ നമ്മൾ ഈ സിനിമ സീരിയലൊക്കെ കണ്ട് എന്തോ ഒരു ഭയങ്കര സംഭവമാണ്, ഒരു ഭീകര ജീവിയെ പോലെയാണ് നമ്മളെയൊക്കെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രതിഷ്ഠിച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ആണുങ്ങളായ ഞങ്ങൾ ഒരിക്കലും അമ്മായിയമ്മയെ കുറ്റം പറയില്ല, കാരണം അത് ഞങ്ങളുടെ അമ്മയാണ്. അത് ശരിയല്ലേ? പക്ഷേ എന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവമായിട്ടുള്ള. അല്ല, നമ്മള് അമ്മയെ അത്രയും സ്നേഹിച്ചാൽ, അമ്മയെ പോലെ സ്നേഹിച്ചാൽ അമ്മായിമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ സീസേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം പറയുന്നത്, അതായത് ഞങ്ങളുടെ അമ്മായിയമ്മ, അതായത് വൈഫിന്റെ അമ്മ ഞങ്ങൾ അമ്മയെ പോലെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങളും ഞങ്ങളുടെ അമ്മയെ അമ്മയായിട്ട് കാണുക. അത്ര തന്നെ, അതെ, സിമ്പിൾ. അപ്പൊ എന്തായാലും ഞാനൊരു തെറ്റിദ്ധാരനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്തായാലും അടുത്തതായിട്ടൊരു ഗംഭീര സ്കിറ്റുമായിട്ട് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നത് ആരൊക്കെയാണെന്ന് അറിയുമോ? ഷൈജു ചേട്ടനുണ്ട്, മാളു ഗുരുവായൂരുണ്ട്, ഒപ്പം നമ്മുടെ സ്വന്തം ബ്രജ ചേട്ടൻ. വേറെ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും മിന്നുമ്പോൾ താനേ നീറുന്ന പെൺമലരേ, ആരാരും കാണാതെങ്ങോ പൂക്കുന്നു നീ, തൂമഞ്ഞിൻ കണ്ണീരെന്തേ വാർക്കുന്നു നീ, നോവിൻ്റെ സിന്ദൂരം ചൂടുന്ന പൂവേ, ഓങ്കാരം ചങ്കിൽ ചേരുമ്പോൾ. അതാരത്? ദാക്ഷായണിയാണോ? മരിയോളാണോ? എടി കൊച്ചനും നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ, അപ്പേക്ക് നേരത്തിനും കാലത്തിനൊക്കെ എണീറ്റ് തുടങ്ങിയാ? അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് കയറിയ പെമ്പിള്ളേരൊക്കെ നേരത്തിനും കാലത്തിനും എണീറ്റ് വീടും പേരൊക്കെ ഒന്ന് വൃത്തിയായി അങ്ങ് സൂക്ഷിക്കണം. അതിന് എളുപ്പ വഴിയുണ്ട്. വീട് നമ്മളായി കാണുക, മുറ്റം അമ്മായിമായിട്ട് കണ്ടാൽ മതി. അപ്പൊ ഈ മുറ്റം ഇങ്ങനെ തൂക്കുമ്പോ കിട്ടുന്ന ഒരു രസമുണ്ട്. പക്ഷേ എൻ്റെ അമ്മായിമ്മനെ ഓർക്കുമ്പോ എനിക്ക് ഈ മുറ്റം ഇങ്ങനെ 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 അടിച്ചങ്ങ് തൂത്ത് കരിയിലെ കത്തിക്കണ പോലെ ഇട്ട് കത്തിക്കാനുണ്ട് തോന്നുന്നു. അത്രയ്ക്ക് കൊടുത്ത കേട്ട് തള്ളയത് പിടിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഏതൊരു അമ്മമാർ ആഗ്രഹിക്കും ഇങ്ങനെ ഒരു മോനെ, ഏതൊരു ഭാര്യ ആഗ്രഹിക്കും ഇങ്ങനെ ഭർത്താവിനെ. പക്ഷെ 2 എണ്ണം വീശിയ ഇങ്ങനെ ഒരു നാറേ സ്വഭാവമില്ലാത്ത മനുഷ്യൻ. എന്തൊരു മനുഷ്യനാണോ? കുളിക്കും ചന്തം പാചാലമായൊരു മോഹം നെഞ്ചിൽ തേരോട്ടമായി മണി തത്തമ്മേ. അല്ല, നിങ്ങൾ ഈ മിന്നൽ വെളുപ്പം കാലത്ത് എങ്ങോട്ടേ പോണത്? മിന്നൽ വെളുപ്പം കാലത്ത് രാവിലെ വയറിനകത്തൊക്കെ ഒരു മിന്നലും ഇടിവട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ എല്ലാരും പോകുന്നിടത്തേക്കാ ഞാനും പോയത്. എന്താ കയ്യില് ഇത് പിടിച്ച എന്തു നോക്കണത്? ഓഹോ, അപ്പൊ ഇപ്പൊ നിങ്ങൾ പോയ വഴി എനിക്ക് മനസ്സിലായി. കുഞ്ഞുമോന്റെ വീട്ടിൽ പോയാ? കിട്ടിയില്ല. പിന്നെ നിങ്ങൾ ആ പട്ടാളക്കാരൻ വിജയേട്ടന്റെ വീട്ടിൽ പോയാ? കിട്ടിയായിരുന്നു. ഞാൻ പോയ വഴിയൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ എവിടെയോ GPS ഫിറ്റ് ചെയ്തിട്ടുണ്ട്? പറ, എവിടെ GPS ഫിറ്റ് ചെയ്തിരിക്കണം? GPS കോപ്പീസ് ഒന്നല്ല. ഇന്ന് 1-ാം തീയതി ആയിട്ട് നിങ്ങക്ക് സാധനം കിട്ടില്ല എന്ന് എനിക്ക് അറിയാം. ഇപ്പൊ പട്ടാള വിജയേട്ടന്റെ വീട്ടിൽ പോയിട്ട് ഈ കുന്ത്രാണ്ട മായി കൊണ്ട് ആർക്കായാലും മനസ്സിലായി. നിങ്ങളെ പാല് കുടിക്കണ പോലെ കുടിച്ചങ്ങ് ചാവും. ഇത് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പാലില് ബൂസ്റ്റ് ഇട്ട് കുടിക്കുന്ന കാര്യം ടേസ്റ്റാ, നിനക്കറിയാവോ? ഈശ്വരാ, ഇങ്ങനൊരു മദ്യപാനേ മനുഷ്യൻ. ഞാൻ മദ്യപിക്കുന്നതുകൊണ്ട് എന്താടി കുഴപ്പം? നിങ്ങൾ മനസ്സിലാക്കണം, വാർക്കപ്പണിയാണ് എനിക്ക്. ഈ വാർക്കപ്പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ശരീരം വേദന മാറ്റാൻ 2 എണ്ണം അടിക്കും. അത് തെറ്റാണോ? 2 എണ്ണം അടിക്കും, അത് തെറ്റല്ല. പക്ഷെ രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോ വീണ്ടും 2 എണ്ണം അടിക്കണം. എന്തിനാ? ഈ രാത്രി അടിച്ചതൊക്കെ ശരീരത്തിൽ കിടക്കുമല്ലേ, തലയിലൊക്കെ കയറി കിടക്കൂലേ, അപ്പൊ തലവേദന മാറാൻ വേണ്ടി 2 എണ്ണം രാവിലെ അടിക്കും. അപ്പൊ പിറ്റേ ദിവസം വൈകുന്നേരം അടിക്കണോ? ശരീരം വേദന മാറാൻ. പിറ്റേ ദിവസം കാലത്ത് തലവേദന മാറാൻ. വൈകിട്ട് ശരീരം വേദന മാറാൻ. തലവേദന മാറാൻ. ശരീരം വേദന മാറാൻ. തലവേദന മാറാൻ. ശരീരം നിർത്തുന്നുണ്ടോ? ഈശ്വര, എന്തൊരു കഷ്ടം നോക്ക്. എന്റെ പൊന്നി ചേച്ചി, ഇങ്ങനെ ഈ കള്ളുകൂടി മാറ്റാൻ വേണ്ടി ഞാൻ അഡിഷൻ സെന്റർ കൊണ്ട് ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോ അതിന്റെ ബോർഡൊക്കെ മാറ്റിയിട്ട് അവിടെ ബാറൊന്ന് എഴുതിച്ചിട്ട് അവിടുത്തെ മാനേജറും പേഷ്യൻസും ഇങ്ങനെ കൂടി വളഞ്ഞ് ചുറ്റിയാണ്ട് അടിക്കണം. നമ്മളെ ഭർത്താവല്ലേ, അവിടെ ഇട്ട് പോരാൻ പറ്റൂ? ഞാൻ കൈയോടെ പിടിച്ച്, എൻ്റെ കുഞ്ഞാങ്ങളുണ്ട്, വീടിയും വലിയൊന്നും ഇല്ലാത്ത മനുഷ്യനാ, അതിന്റെ കൂടെ ഈ കാര്യം ഞാൻ ചേർത്തിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോ ആ കുഞ്ഞാങ്ങളെന്നെ ഓടയുന്നാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത്. എന്നെ വെല്ലിച്ചിന് പോണ്ട് കുടിക്കൊന്നുമില്ല, അങ്ങേരെ കൂടെ ചേർത്ത്. ഇപ്പൊ അങ്ങേര് രാവല്ല പകലല്ല എന്നുള്ള ബാറിന്നാട്ട് ഇറങ്ങണില്ല. ആര് കൂടെയോ അവരൊക്കെ നശിക്കും. എന്നിട്ട് എന്താടി പൊന്നാ നീ നശിക്കാതിരുന്നത്? ഞാൻ ഇനി എന്തോന്ന് നശിക്കാൻ? ആഹാരം വല്ല ഉണ്ടാക്കാൻ നോക്ക്. വിശന്ന് കഴിച്ചിട്ട് പോയി. അല്ല പിന്നെ അപ്പൊ കള്ളുകൂടിയനായാലും എന്നോടൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം? എന്റെ അനിയത്തിക്ക് വിശേഷമുള്ള കാര്യമല്ലേ നിങ്ങൾ ഈ പലഹാരമൊക്കെ വാങ്ങിക്കൊടുന്നത്? നിന്റെ അനിയത്തി എന്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചാണതല്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ഈ പ്രായത്തിലും
പ്ലാസ്റ്റിക് തൂക്കി ഇൻസ്റ്റാൾമെന്റ് കച്ചവടം തുടങ്ങിയ എടാ ഇന്ന് ഇവിടെ വെച്ച് അമ്മയുടെ മീറ്റിംഗ് ഉണ്ടടാ. ഈ അമ്മയുടെ മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പൊ ശ്വേതാ മേനോന് മോലൊക്കെ വരുമല്ലേ? എടാ അതല്ലെന്ന് പറഞ്ഞ നിന്റെ പെറ്റ തള്ളയായി എനിക്ക് ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടാ. കുഞ്ഞു പോലും വരാൻ സാധ്യതയില്ല. എന്താ പറഞ്ഞേ? എന്താ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ? ഓ ഞാനത് മറന്നു. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെന്ന് ചെവി അങ്ങോട്ട് കിടന്ന് ഗുണഗുണഗുണാന്ന് പതുക്കെ പറഞ്ഞാ മതി, എനിക്ക് കേൾക്കാം. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെന്നാ പറഞ്ഞത്? ഇന്ന് സ്മൃതി മണ്ഡപത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്മാരക മണ്ഡപം ചെയ്യാൻ തീരുമാനിച്ചാ? തോന്നിയാസം പറയല്ലേ, എന്റെ അയൽക്കൂട്ട സ്മൃതി മണ്ഡപത്തിന്റെ മീറ്റിംഗ് ഇവിടെ വെച്ച് കൂടാൻ ഞാൻ തീരുമാനിച്ചു. അതങ്ങ് അമ്മയും മോനും പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പോട്ടില്ല. എങ്ങോട്ട് പോണ്? നീ അല്ലേ പറഞ്ഞ പള്ളി പോവാൻ? എന്റെ മുൻഷൊന്നും മിണ്ടാണ്ടിക്കണ്ട. അതെ, കഴിഞ്ഞ ആഴ്ച എന്റെ പ്രതീക്ഷ കുടുംബശ്രീ മീറ്റിംഗ് ഈ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചാ? തീരുമാനിച്ച്. എന്നിട്ട് നിങ്ങൾ അത് നടത്തിയ? ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ നിങ്ങളെ സമ്മതിക്കാത്ത കാരണം നിങ്ങളെ കുടുംബശ്രീയുടെ യോഗം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അവള് പറഞ്ഞ കറക്റ്റല്ലേ അമ്മേ? കഴിഞ്ഞ പ്രാവശ്യം അവളുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ് അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പൊ അമ്മയുടെ മീറ്റിംഗ് ഇവിടെ നടത്താൻ പാടില്ലായിരുന്നു. രമേശ് ഇങ്ങ് വന്നേടാ. എന്താ അമ്മ? അടുത്ത് വന്നേടാ. എന്താന്ന്? എടാ നിന്നെ ഞാൻ ഗർഭം ധരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് രാമങ്കരിയിലായിരുന്നു. അവിടുത്തെ പാടത്തും പറമ്പിലും ഞാനിങ്ങനെ പണിയെടുത്ത് നടക്കുമ്പോഴേ എനിക്ക് പേറ്റ് തോന്നുണ്ടായത്. ഇതൊക്കറിയാമോ? അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ നടന്ന് ആലപ്പുഴ കടപ്പുറ ആശുപത്രി വന്ന് എന്റെ കയ്യിലോട്ട് നിന്റെ പെറ്റിട്ടൊക്കെ നീ ഓർക്കുന്നുണ്ടോ? അതൊക്കെ മറക്കാൻ പറ്റുമോ? അതൊന്നും ഞാൻ മറന്നിട്ടില്ലമ്മേ. മറന്നിട്ടില്ലല്ലേ? എന്നാ ഞാനത് മറക്കും. എന്നിട്ട് വല്ല കല്ലും വിഷം തന്ന് നിന്നെ അങ്ങ് നിങ്ങൾ കൊല്ലം ജീവിക്കാൻ എന്തായാലും വേണ്ടില്ല. ഇവരുടെ കുടുംബശ്രീ യോഗം ഈ കുടുംബത്തിൽ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവളെന്തുവാണ് ഈ ചുണ്ടിട്ട് കുടുകുടുകുടാന്ന് നനക്കുന്നത്? ഇവക്ക് എന്തോ അസുഖം കൊണ്ട് ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒന്നും പറഞ്ഞിട്ട് തിരിയുന്നില്ല. അമ്മയുടെ ചെവിയേക്കാത്ത കുഴപ്പമില്ല, അമ്മയുടെ അസുഖമല്ല പ്രശ്നമല്ലേ? എനിക്ക് അസുഖം പരിപാടാ. എന്ന് നീ ഇവളെ കൊണ്ടുവന്നു അന്ന് എനിക്ക് അസുഖമായി. എന്ന് നീ ഇവളെ കെട്ടിക്കൊണ്ടുവന്നു അന്ന് നീ കുടിയും തുടങ്ങി. അറിയാവോ? തോന്നിവാസം പറയരുതട്ടാ. എടീ തോന്നിയാസം അല്ലെന്ന്. പിന്നെ പണ്ട് ഇവൻ ബാറിന്റെ ബോർഡ് കണ്ടാ ഛർദിക്കുമായിരുന്നു. അപ്പൊ ഇപ്പഴാ? ഇപ്പൊ ബാറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഛർദിക്കും. രണ്ടായാലും ഛർദി ഉണ്ട്. അല്ല ഞാനൊരു കാര്യം പറയാം. കല്യാണം കണ്ട് ഇത്ര നാളായിട്ട് നീയോ ഛർദിക്കുന്നില്ല, ഞാനെങ്കിലും ഛർദിച്ചില്ലേ? നമ്മൾ വേണ്ടേ? ഒരു കാര്യം പറയട്ടെ, നിന്നെ കൂടി നിർത്താൻ വേണ്ടി എന്തോരം മാർഗങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തന്നടാ. എന്തോരം മാർഗങ്ങൾ നീ പറഞ്ഞു തന്നു. എന്നൊക്കെ പറഞ്ഞു എന്നാ പറ. എടാ നിനക്ക് കുടിക്കാൻ തോന്നുമ്പോ 1 ലിറ്റർ മേടിക്കാൻ തോന്നുമ്പോ 1/2 ലിറ്റർ വാങ്ങിക്കണം. ബാക്കി പൈസ ഒരു മാവും തൈ മേടിച്ച് അങ്ങ് നടണം. ഓക്കെ. അതേപോലെ നീ ഫുൾ അടിക്കാൻ തോന്നുമ്പോ ഹാഫ് മേടിക്കണം. എന്നിട്ട് അതിന്റെ ബാക്കി പൈസ മാവും തൈ വാങ്ങിച്ചങ്ങ് നടണം. അങ്ങനെ പതുക്കെ പതുക്കെ നിന്റെ കൂടി അങ്ങ് നിർത്തണം. ഞാൻ മാത്രമല്ല കുടിച്ചോണ്ടിരുന്നത്, നമ്മുടെ അച്ഛനും ജീവിച്ചിരുന്നപ്പോ നല്ല കുടിയില്ലായിരുന്ന. അച്ഛൻ്റെ അടുത്ത് ഉപദേശം ഒന്നും ഇല്ലായിരുന്നില്ല. അയ്യോ ഞാൻ ഉപദേശം കൊടുത്തിട്ടുണ്ട്. എന്റെ ഉപദേശത്തിന്റെ ഫലമാണ് ഇപ്പൊ നിൽക്കുന്ന വയനാട് ഫോറസ്റ്റ്. അത് ശരിയാ. എന്റെ ജീവിതം ഇപ്പൊ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. എന്താണോ? ഒരു പാമ്പിന്റെ ഇടയിലും ഒരു പല്ല് പോയി കണ്ടാമൃഗത്തിന്റെ ഇടയിലും. അപ്പൊ അത് കേക്കണേന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതല്ലേ കേൾക്കണ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ കുടുംബശ്രീയുടെ യോഗം ഈ പറമ്പിൽ വെച്ച് നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ഉടമസ്ഥതയുള്ള പറമ്പിൽ വെച്ച് കുടുംബശ്രീയുടെ മീറ്റിംഗ് അല്ല, സംസ്ഥാന സമ്മേളനം വരെ ഞാൻ നടത്തും. സംസ്ഥാന സമ്മേളനം അങ്ങ് ടൗൺ ഹാളിലെ. ഇത് നിങ്ങളുടെ ഉടമസ്ഥതയുള്ള പറമ്പാണെങ്കിലേ ഈ വീട് വെച്ചത് എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാ. കുത്തിത്തിരിപ്പ് കണ്ടാണ് രമേശ. ഇവിടെ കുത്തിത്തിരിപ്പ് കണ്ട. ഇവിടെ കുത്തിത്തിരിപ്പ് കാരണമാണ് ഒറ്റ അയൽക്കൂട്ടമായ ഞങ്ങളുടെ കുടുംബശ്രീ രണ്ടായത്. മനസ്സിലായ? അതിനിപ്പോ എന്താ? ഇപ്പൊ നമുക്ക് 2 കുടുംബശ്രീ ലോൺ എടുക്കാൻ പാടില്ലേ? നീ എന്നെ കൊണ്ട് പോയി ലോൺ എടുക്കുമല്ലോടാ. അമ്മ ഒന്ന് അടങ്ങാവാ. അമ്മ ഒന്ന് ഇരിക്കാവോ? അടങ്ങിയിരിക്കും. ഇവിടെ ഒരു ചെറുക്കനല്ലേ, ഒരു മകനല്ലേ? പറഞ്ഞാൽ മനസ്സിലാവും. എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കുടുംബശ്രീ ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്തുവാ? എടി അമ്മയുടെ മീറ്റിംഗ് ഇവിടെ വെച്ച് നടക്കുവാണെങ്കിൽ അമ്മ അയൽക്കൂട്ടത്തിൽ എനിക്ക് 50,000 രൂപ എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലോൺ 50,000 രൂപ. ഇതൊക്കെ ആദ്യം പറയണ്ടേ? ഞാൻ എങ്ങനെ പറയും നിന്റെ അടുത്ത്? ഞാൻ ആ തള്ളനെ പറയാള് പറയും ചെയ്തു. ഇപ്പൊ എങ്ങനെ അടുത്ത് പോയി മിണ്ടു? എനിക്കറിയത്തില്ല നീ അമ്മയുടെ ബഹളം ഉണ്ടാക്കിയിട്ട്. അമ്മേ, അയ്യോ അമ്മ പ്രഷറിന്റെ ഗുളിക കഴിച്ചാണെന്നോ? നീ കൂട്ടരുത് കേട്ടാ. അയ്യോ നന്നായി വേർക്കുന്നുണ്ട്. അമ്മ ഇപ്പൊ ആ യോഗത്തിന് എല്ലാവരും വരൂലേ? എല്ലാരും വരുന്നുണ്ട്. ആ യക്ഷികളൊക്കെ വരുമോ? യക്ഷികളോ? അതല്ല പറഞ്ഞേ, കാമാക്ഷി, ലീലാക്ഷി, നല്ല എല്ലാരും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം. കട്ടൻ ചായ കൊടുക്കണ്ട, പാൽ ചായ ഇട്ട് കൊടുക്കാം. എന്തൊരു സ്നേഹം. ചേട്ടാ 2 കവർ പാല് വാങ്ങിക്കേ. വരുന്നവർക്ക് പാൽ ചായ ഇട്ട് കൊടുക്കാം. അതെ 50,000 കിട്ടുന്നല്ലേ പറഞ്ഞേ? അമ്മ ലോണിന് 50,000 കിട്ടുന്നല്ലേ പറഞ്ഞേ? 49,000 കിട്ടും. 1,000 രൂപ അവര് മേടിക്കും.
50,000 കെട്ട് വെച്ചെങ്കിലേ അതിലൊരു 15,000 രൂപ എനിക്ക് തരണം. അതെന്തിനാടി? ഞാൻ ഈ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് ആകെ ടാൻ അടിച്ച് അതൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്തൊന്ന് വെളുപ്പിക്കണം. അതിന് എന്റെ അനിയത്തി, മൂന്നാമത്തെ അനിയത്തി പ്രസവിക്കാൻ കെടുക്കുകയാണല്ലോ. അപ്പൊ ഒരു ആശുപത്രി ചെലവിനായിട്ട് ഒരു 10,000 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞൊരു വെല്ലുമ്മയുടെ മോന്റെ 90 മറ്റുന്ന കൊച്ചിനൊരു മോതിരം കൊടുക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛൻ 2-3 ദിവസമായിട്ട് വിഷമിച്ചില്ല. അച്ഛൻ്റെ കാര്യം പറഞ്ഞ വേറെ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ പ്രസവം മാത്രം നടക്കാറുള്ളോ? ഇവിടെ നടക്കുന്നില്ല, അവിടെയെങ്കിലും നടക്കട്ടെ. അച്ഛൻ്റെ കാര്യം പറ. അതെ, അച്ഛൻ പാവം 2-3 ദിവസമായിട്ട് വിഷമിച്ചിരിക്കുക. എവിടെ നോക്കിയോ എന്തൊക്കെയോ ചില്ലറ കൊടുക്കാണ്ട് എത്ര. ഇതിന്ന് കുറച്ച് പൈസ എടുത്ത് അച്ഛനും കുറച്ച് പൈസ കൊടുക്കണം. ഇപ്പൊ മനസ്സിലായ? നിന്റെ അടുത്ത് ഈ ലോണിന്റെ കാര്യം പറയാണ്ടിരുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാ. മനസ്സിലായ? നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നമ്മളെ അമ്മയ്ക്ക് നമുക്ക് ഒരു സെറ്റ് സാരിയും കൂടി വാങ്ങി കൊടുക്കാന്നേ. അമ്മയ്ക്ക് തെറ്റിയാരി എനിക്കൊരു ഉണ്ടാൻ വേണ്ട. എന്റെ പൊന്നിൽ എന്റെ ഇന്ന് 10 പൈസ എനിക്ക് കിട്ടത്തില്ല. നശിപ്പിച്ച് അമ്മ ഒരു വാക്ക് പറയരുത്. 50,000 രൂപ അമ്മ തരാന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇവിടെ മുഖം വെളുപ്പിക്കാനും ഇവിടെ കൂതറ കുടുംബം വെളുപ്പിക്കാനും എന്റെ ഇന്ന് 10 പൈസ എനിക്ക് കിട്ടത്തില്ല. എന്താ പറഞ്ഞ എന്റെ കുടുംബത്തെ നിന്റെ കൂതറ കുടുംബം ഇവിടെ വന്ന് കയറിയപ്പോ തൊട്ട് തുടങ്ങിയ നിങ്ങൾ എന്നോട് ഒരു വാക്ക് വർത്താനം പറയാത്ത ഒരു പെണ്ണായിരുന്നു ഞാൻ. ഞാനിപ്പോ കലപ്പില പോലെ നിങ്ങൾ അത് വെള്ളമെടുക്കാൻ പോകാനാമോ? വെള്ളം എടുക്കാനല്ല, അവർ തലമണ്ടടിച്ചു പിടിക്കാൻ. എന്റെ നടുവ്, എന്റെ പൊന്നേ, എന്റെ അമ്മ, അമ്മ 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 അപ്പൊ അതിനൊരു തീരുമാനമായി. തീരുമാനം ഞാൻ എടുക്കുമേ. എന്റെ അമ്മയെ തല്ലി വീഴ്ത്തിയോളാം ഞാൻ ഇത് വീട്ടിൽ കയറ്റത്തില്ല. നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോണേ. ഞാൻ പറഞ്ഞ ചെറുക്കനെ പണിവല്ല ഇഞ്ഞു വന്നേടി. എടി വന്നേടി, എടി ഇഞ്ഞു വന്നേടി, കാര്യം പറയട്ടെ. ഇഞ്ഞു വന്നേ, കൊല്ലാനാണ് വളർത്താനാണ് വന്നേടി മോളെ. എന്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടിയടി. ഇഞ്ഞു വന്നേടി. എത്ര നാളായിട്ട് ഞാൻ ചെവി കേൾക്കാണ്ട് ഇവിടെ നടക്കുന്നടാ. ഒന്ന് ഹോസ്പിറ്റൽ നീ കൊണ്ടുപോയോ? ഇവിടെ തന്ന പോലെ ഒരു അടിയെങ്കിലും നീ തന്നോ? ഇവളാണ് എന്റെ കേൾവി ശക്തി തിരിച്ചു തന്നത്. ഇവളെ എന്റെ മുത്താണ് മോളെ. പണി നിനക്ക് ഇഷ്ടമല്ലെങ്കിലേ അയൽക്കൂട്ടത്തിന് മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തുന്നില്ല കേട്ടാ. അല്ലമ്മ, ലോണ് വെച്ച് 50,000 കിട്ടൂലോ. കിട്ടും. അപ്പൊ അയൽക്കൂട്ടം നിർത്തിക്കോ. 50,000 നിനക്ക് ഞാൻ തരും കേട്ടാ. ഇവൻ 5 പൈസ പോലും കൊടുക്കത്തില്ല. ഞാൻ കാര്യം ചോദിച്ചേ, അപ്പൊ നേരത്തെ പറഞ്ഞ എന്റെ കുടുംബം. അയ്യോ, തറവാടി കുടുംബം. തറവാടി കുടുംബം. അപ്പൊ വന്നവരും നിന്നവരും വന്നപ്പോ നമ്മളായ കഥയില ഇല്ല. എന്താ നമ്മളില്ലേ? ഓങ്കാരം ചങ്കിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും മിന്നുമ്പോൾ താനേ നീറുന്ന പെൺ. അതെ, എനിക്കിപ്പോ ഒരു സന്തോഷമായി. ഒരു അമ്മായിയമ്മയും മരുമോളും ഒന്നിച്ചു കഴിഞ്ഞാൽ ആ വീടാണ് ഏറ്റവും വലിയ സ്വർഗം. ആക്ച്വലി ഷൈജേട്ടൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിലെ ഒരു മകന്റെ മനസമാധാനം കുറെയൊക്കെ ആ ഒരു അമ്മയും ഭാര്യയും തമ്മിലുള്ള ഒരു സ്നേഹവും റെസ്പെക്റ്റും കൂടെ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ പകുതി സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ ചേച്ചിമാരെ? അവിടെ അമ്മായിമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. മരുമക്കളോടൊക്കെ നല്ല ജെല്ലായിട്ട് പോകുന്നില്ലേ? ഇതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. നസീർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്തൊരു ചെറിയ സ്കിറ്റ്. ഇത് സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലുണ്ടാകുന്ന ചെറിയ അമ്മായിമ്മ പെരുമോളുടെ പോര്, അത് ലാസ്റ്റ് ആ ഒരു മെസ്സേജ് പോലത്തെ ഒരു ഡയലോഗിൽ അത് വൈൻഡപ്പ് ചെയ്യുന്നു. സാധാരണ വന്നു പോകുന്നൊരു സ്കിറ്റ് തന്നെ, പക്ഷെ നിങ്ങളത് മനോഹരമായിട്ട് ചെയ്തു ഉള്ളത്. ഷൈജുവിന് ഞാനെന്ന് പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ഫീമെയിൽ വേഷം കിട്ടിയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. റിജുവിന് ആ മാനറിസവും ആ ഒരു ലുക്കും ഒക്കെ ഉണ്ട്. ആ മുടിയൊക്കെ വെച്ചപ്പം കുറേ നമ്മൾ പഴയ സിനിമകളിലും കണ്ടിട്ടുള്ള ആ ഒരു പ്രായം ചെന്ന ക്യാരക്ടറൊക്കെ ഫീൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു അത്യാവശ്യം എടുത്തു പറയേണ്ട കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. ആ എടുത്തു പറഞ്ഞ കൗണ്ടറുകളെല്ലാം പഞ്ചായിരുന്നു. എന്നാൽ ഇച്ചിരി തമാശയുടെ കുറവുണ്ട്. ഡ്യൂറേഷൻ കുറവ് പോലെ തോന്നി, പെട്ടെന്ന് തീർന്ന പോലത്തെ ഒരു ഫീൽ വന്നു. മൊത്തത്തിൽ എന്ന് നിങ്ങൾ അടുപ്പിച്ചതായിരിക്കാം, പക്ഷെ അതിന് മോശമൊന്നും വന്നില്ല. അടുപ്പിച്ചെങ്കിലും നന്നായിരുന്നു. 3 പേരും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പക്ഷേ തമാശയുടെ പോരായ്മ, ആ ഉള്ളത് നല്ലതായിരുന്നു. അതേപോലെ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർ. ഷൈജു, റജു, മാളു, ഉള്ള കാര്യം തുറന്നു പറയാം. നിങ്ങൾ 3 പേരും ഉഗ്രൻ ആക്ടേഴ്സാണ് കേട്ടോ. കാരണം ഷൈജു എൻ്റെ അടുത്തൊരു വാക്ക് വലിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഷൈജു, ഞാൻ ഒരു സജഷൻ പോലെ പറഞ്ഞു, ഷൈജു പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അടിക്കണ്ട, എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വിട്ടേക്കും. ഇതിനകത്ത് ഒരു പഴയതും ഇല്ലായിരുന്നു. ഉള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്.
റജു ഉഗ്രനായിട്ട് ചെയ്തത്. രജുവിൻ്റെ ക്യാരക്ടർ തുടക്കം മുതൽ എങ്ങനെ ആ അമ്മായിയമ്മ ഫീൽ ചെയ്യാവോ, പൊതിയുന്ന ഇതൊക്കെ എടുക്കുന്നതും പിന്നെ മരുമകളെ കെട്ടിപ്പിടിക്കുന്നതും പിന്നെ മരുമകളോട് പറയുന്നു ആദ്യം മരുമകളുടെ ദേഷ്യങ്ങളും അതൊക്കെ എങ്ങനെ നിലനിർത്താവോ അത് നിങ്ങൾ നല്ല രസമായിട്ട് നിർത്തി. മാളു ആണെങ്കിലും തുടക്കം മുതൽ വന്ന കൗണ്ടറുകളൊക്കെ രസമായിരുന്നു. അമ്മായിയമ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് മുറ്റുപടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. നല്ല രസമായിട്ട് നിങ്ങൾ ആക്ട് ചെയ്തു കേട്ടോ. കാര്യം ഇതിനകത്ത് ഒരുപാട് ഹ്യൂമർ ഉണ്ട് എന്നുള്ളതല്ല, ഉള്ള ഹ്യൂമർ നിങ്ങൾ ഡീസൻ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്തു. പിന്നെ അസീസ് ഇവിടെ പേനയും പേപ്പറും ഒക്കെ വെച്ച് കൗണ്ടറിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, പറഞ്ഞ തന്നെ ഇടിക്കും. കാര്യം മെയിനായിട്ട് 4-5 പോയിന്റ് അതേ അസീസ് എല്ലാം മറന്നുപോയി. എല്ലാം ഞാൻ അസീസിന് വിട്ടു കൊടുത്തിരിക്കുന്ന കൗണ്ടർ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത്ര മനോഹരമായിട്ട് കൗണ്ടർ എല്ലാം ആസ്വദിച്ച് നോട്ട് ചെയ്ത് അസീസിക്ക. ഇത് ഞാൻ നോട്ട് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, എനിക്ക് വേറെ സ്കിറ്റിൽ അടിക്കാൻ വേണ്ടി ചെങ്കള. പിന്നെ അതായത് നമ്മളിപ്പോൾ ഒരു ഫാമിലി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു കുടുംബം നല്ല രീതിയിൽ പോവുക എന്നുള്ളതിന് അടിസ്ഥാനം ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, ഒരു അമ്മായിയും കൂടാനകത്തുണ്ട്. അത് പൊതുവേ ഉള്ളൊരു സംസാരമാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്കിറ്റുകൾ ഒരുപാട് വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ സ്കിറ്റിൽ ഞാൻ മനസ്സിലാക്കിയത് പെർഫോമൻസ്, അതായത് നമ്മൾ റജു അല്ലേ അമ്മ ഗംഭീരമാണ്, അടിപൊളിയാണ്. രണ്ടാമത് മാളു, പിന്നെ ഷൈജു എന്ന് പറയുന്ന ക്യാരക്ടർ. ഷൈജു ഒരു ആർട്ടിസ്റ്റ് ആയതിൽ ഒരുപാട് സന്തോഷം. കാരണം കൗണ്ടറുകൾ പറയാനും കൗണ്ടറുകൾ റിഹേഴ്സൽ സമയത്ത് എഴുതാൻ വേണ്ടി ഒരു പേപ്പർ പേനായിട്ട് വെച്ചിരുന്ന ഒരാളായിട്ടാണ് ഞാൻ ഷൈജുവിനെ പല ടീമിൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്ന് പെർഫോമൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവൻ്റെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് കിടന്നതുകൊണ്ടാണ് ഇങ്ങനെ കൗണ്ടർ പറയുക, അവരെ കൂടെ നിൽക്കുക, എന്തെങ്കിലും ആവാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളൊരു സംഭവം വന്നിട്ടുള്ളത്. എൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇവരെ എപ്പോഴും നോക്കും. ഇവർ ചിരിച്ചാൽ മാത്രമേ ഞാൻ മാർക്ക് തരുള്ളൂ, സത്യസന്ധമായിട്ട് പറയും. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഓഡിയൻസാണ് വൈഡ് ഓഡിയൻസ് അല്ലേ. ഇവർ ചിരിച്ചാൽ മാത്രമേ നമ്മൾ ഓൾ ഓഡിയൻസ് ചിരിക്കുകയുള്ളൂ. അപ്പം എന്തോ കുറച്ച് കുറവുകളുണ്ടായിരുന്നു, എന്നാലും അവർ കുറച്ച് ചിരിച്ചു. നിങ്ങൾ പെർഫോമൻസ് ഒക്കെ അടിപൊളി. പെർഫോമൻസിനെ കുറിച്ച് ഇനി ഞങ്ങൾ ആരും സംസാരിക്കില്ല. കാരണം നിങ്ങളൊക്കെ ഗംഭീര ആർട്ടിസ്റ്റാണ്. നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് എന്താണോ, നിങ്ങളിവിടെ അവതരിപ്പിക്കുന്ന രീതി എന്താണോ, അതിനനുസരിച്ചുള്ള മാർക്ക് ഞങ്ങൾ തരികയുള്ളൂ. വേറെ ഒന്നും പറയുന്നില്ല. അസീസ്ക ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഷൈജാനെ ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും. ഷൈജു ചേട്ടൻ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ ഈ പറഞ്ഞ പോലെ ഗ്രൂമറായിട്ടും ഒക്കെ നിന്നുള്ളതുകൊണ്ട് ഓരോ കഥകളൊക്കെ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഷൈജു ചേട്ടൻ വരുന്ന മോട്ടിവേഷൻസ് ഒക്കെ ഉണ്ട്. പുള്ളി ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമായിട്ട് നിന്നിട്ട് ഒരു നീല ഷർട്ടിനൊരു കഥയുണ്ട്. അത് ഞാൻ പറയാനായിട്ട് നല്ലത് ഷൈജു ചേട്ടൻ പറയണമായിരിക്കും. കഥകൾ കേൾക്കാനാണ് ഞങ്ങൾ ആലപ്പുഴയിലെ പടം പയ്യൻസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ആലപ്പുഴയിൽ എപ്പോഴും ഷൂട്ടാണല്ലോ, നമ്മുടെ ആഗ്രഹം സിനിമ നടനാവണമെന്നാണല്ലോ. അപ്പൊ ഞാൻ പണ്ട് പഠിത്തം കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമാണ്. അപ്പൊ ഞാനവിടെ ലൊക്കേഷനിൽ ചെല്ലും. എന്നിട്ട് അവിടെ പ്രൊഡക്ഷനിൽ ആരോ ഒരാൾ. അപ്പൊ ഞാൻ അവിടെ പോയി നിൽക്കുന്നുണ്ട്. പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്താ നീ വിളിക്കണേ, എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് അറിയാൻ പറ്റുന്ന. നീ ഒരു കാര്യം ചെയ്യണം, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ പോയി ഒരു നീല ഷർട്ട് ഇട്ടുകൊണ്ട് വരണം. കാര്യം നീല ഡ്രസ്സ് ഇതിന് ഡയറക്ടർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീല ഷർട്ട് ഇട്ടുകൊണ്ട് വരും. അപ്പം ഓൾറെഡി ഞാൻ മണ്ടനായോണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നീല ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി നിന്നെ എടുക്കും, ഉറപ്പാണ്. നീ പുള്ളിനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നിക്ക അന്ന് വലിയ പൈസ ഇന്നുമില്ല, അത് പൈസ ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഷർട്ട്, ചേട്ടൻ്റെ ഷർട്ട്, അച്ഛൻ്റെ ഷർട്ട്, നീല ഷർട്ട് കടയിൽ പോയി മേടിച്ച് എല്ലാ ദിവസവും നീല ഷർട്ട് ഇട്ട് വന്ന് എല്ലാ ദിവസവും ഡയറക്ടറുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടക്കും, അവിടെ പോയി ഇങ്ങനെ ഇരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ചെന്നപ്പോഴത്തേക്കും അവരങ്ങ് പോയി. അപ്പം ഞാൻ ചിന്തിച്ചത് ഇപ്പോഴത്തെ എൻ്റെ മാത്രം ഫീലാട്ടോ ഞാനീ പറയണേ. അങ്ങനെ വേണ്ടി ആ നീല ഷർട്ടിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടും പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷൈജു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ മണ്ടനായോണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. നീ ഒരിക്കലും മണ്ടനല്ലടാ. നീ മണ്ടനായിരുന്നെങ്കിൽ ഈ ഐറ്റം വേറെ എന്ന ഫ്ലോറിൽ ഇവിടെ നിൽക്കില്ല. അല്ല, അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ആളാണ് മണ്ടൻ. അത്രേ ഉള്ളൂ. അത് ഇപ്പൊ അവൻ കാണുന്നുണ്ടാവും. ഞാൻ മണ്ടൻ എന്ന് പറയാൻ കാര്യം വെച്ചാൽ അവര് നോക്കുമ്പോ ഞാൻ പറഞ്ഞു വിട്ട ആളാണെന്നുകൊണ്ട് ഞാൻ ഷർട്ടൊക്കെ ഇട്ട് വരുമ്പോഴേ ഇവര് മാറി ചിരിക്കുന്നുണ്ടാവും. ഞാൻ അവിടെ മുമ്പിൽ പോണതും ഡയറക്ടർ മുമ്പിൽ പോയി ഇരിക്കണതൊക്കെ. ഈ പറയുന്ന പ്രൊഡക്ഷനിലെ പയ്യൻ നീ ലൊക്കേഷനിലേക്ക് ചെയറിലിരിക്കുമ്പോൾ നിനക്കൊരു ചായ കൊണ്ട് തന്നിരിക്കും. ഇത് നമ്മുടെ ജയേട്ടൻ എങ്ങാണ്ട് ഈ എപ്പിസോഡ് ഞാൻ ജയസൂര്യ സാറിനോടാണോ, ജയേട്ടൻ എങ്ങാണ്ട് ഈ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ഈ നീല ഷർട്ടുകാരന് ഒരു ചാൻസ് അടുത്ത പടത്തിൽ. ഒരുപാട് ഷർട്ടുകൾ. ജയേട്ടന്റെ വേറൊരു പടത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാം, നമ്മുടെ 3 കിങ്സ് പടം, ആ പടത്തില് ഷൂട്ട് നടക്കുന്ന സമയത്ത് എനിക്കൊരു കോള് സിനാജേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞടാ നീ അശോകന്റെ ഫിഗർ ചെയ്യണല്ലേ, നിന്റെ ഒരാൾ വിളിക്കും, ബെന്നി കട്ടപ്പന എന്ന ചേട്ടൻ വിളിക്കും. അപ്പം നീ ഒന്ന് കോൾ അറ്റൻഡ് പടത്തിലേക്കുള്ള അവസരമാണ്, ചെന്ന് കഴിഞ്ഞാൽ സൂപ്പറാണ്, അടിപൊളിയാണ്, അശോകൻ സാറിന്റെ ചെറുപ്പമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ അങ്ങോട്ട് ഇതായി വിളിച്ചു.
ബെന്നിച്ചേട്ടൻ. ഞാൻ ചേട്ടാ നമസ്കാരം, ഷൈജു ആണ്, അപ്പോൾ എപ്പോൾ വരാൻ പറ്റും? ഞാനിപ്പോൾ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ എറണാകുളം, ആകെ ശശാങ്കണനൂടെ പോയിട്ടുള്ള പള്ളിമുക്ക് മാത്രമേ എനിക്ക് എറണാകുളത്ത് നിന്ന് അറിയൂ. എറണാകുളത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ ഒരു കാറ് വന്നു. ആ കാറ് എന്നെ നേരെ വന്ന് കാക്കനാട് മലബാർ പ്ലാസ് ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചു. അന്ന് രാത്രി മുഴുവനും ഞാൻ വന്ന് ജുഗ് ബോസ് ചാനലുണ്ട്, അതിനകത്ത് അഴകെ പാട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അശോകന് ചെറുപ്പമല്ലേ ചെയ്യുന്നത്. ഞാൻ വെളുപ്പിനെ ഒരു 4 മണിക്ക് എഴുന്നിട്ട് കുളിച്ച് ഫ്രഷായി. അപ്പോഴത്തേക്കിങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈജു ഒരു 6 മണിക്ക് വണ്ടി വരും കേട്ടോ, റെഡിയാകണേ. ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതിപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി കാറ് വന്നു. ആ കാറിൽ ഞാൻ കയറി നേരെ കണ്ണമാലിയിലും കണ്ടായിരുന്നു ലൊക്കേഷൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി അങ്ങോട്ട് കയറി ചെല്ലുകയല്ല, കുറേ ആൾക്കാർ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ അങ്ങ് മാറി. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പോഴത്തേക്കും ബെന്നിച്ചേട്ടൻ വന്നു, നമ്മുടെ VK പ്രകാശ് സാറ് വന്നു. ഇവർ സംസാരിക്കുന്നത് കേൾക്കാം. ഇവർ പറയുന്നത് മറ്റേ അശോകൻ്റെ ആൾ വന്നോ, സാറേ വന്നൊരു കുഴപ്പമുണ്ട്, ആ പയ്യനാ ഒരാ സൈസില്ല. അയ്യോ ഒന്നും പറ്റത്തില്ല പുള്ളിയോ. ഞാൻ പെടുന്നു സാർ 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 ചെന്നു, മൈൻഡ് ചെയ്തില്ല. ഞാൻ അവിടെ നിന്ന് ആകെ വിഷമമായി. ബെന്നിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യ്, ഇത് സൈസിലഞ്ഞിട്ടാണ്, അശോകൻ്റെ ചെറുപ്പമല്ല, അശോകൻ്റെ അനിയൻ്റെ വേഷമാണ്, 3 പേരുണ്ടാ, അപ്പം നിനക്ക് പറ്റാത്ത ക്യാരക്ടറാ കേട്ടോ, അപ്പോൾ നീ പൊക്കോന്ന് പറഞ്ഞു. അയ്യോ. അപ്പം ഞാൻ അവിടെ വീണ്ടും വിഷമിച്ചു. കാര്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരോടും പറഞ്ഞു ഞാൻ പടത്തിൽ അഭിനയിക്കാൻ പോവാണ്, സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഞാൻ തളർന്നു. അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്നപ്പോൾ ബെന്നിച്ചേട്ടൻ വന്ന് പറഞ്ഞു, മോനെ നീ വല്ലതും പോയി കഴിക്ക്. നീ വേണ്ട ചേട്ടാ, കഴിക്കണ്ട. എന്നാൽ ബാ നേരെ എൻ്റെ ചേട്ടാ ഒരു 500 രൂപ എഴുതി കൊടുക്കാൻ പറഞ്ഞ് ആ 500 രൂപ മേടിച്ച് ആ സെയിം കാറിൽ ഞാൻ കയറിയിരുന്നു. ഇതിപ്പോൾ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആ വീടിങ്ങനെ വലിയ വീടായിരുന്നു, ആ വീടിങ്ങനെ ബാക്കിലേക്ക് പോണത്. തിരിച്ച് ഞാൻ വന്ന് ഇറങ്ങിയത് എവിടെയാണ്, പള്ളിമുക്കിൽ. അവിടെ കൊണ്ടുതന്നെ വിട്ടു. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ അത് എന്താ പറയുക. കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുള്ളൂ. കിട്ടും ചേട്ടാ, വൺ ഡേ അല്ലേ? ഷൈജു വേറൊന്നുമല്ല, ഷൈജു നീ ഇപ്പം ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോൾ ഷൈജു പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കഥ പറയാം. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ എൻ്റെ ഫുൾ ബയോഡാറ്റ ഞാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. കൊണ്ടിടും. അവിടെ കൊണ്ടുമ്പോൾ ചിലപ്പോൾ ഒരു ചേച്ചിയായിരിക്കും വരുന്നത്, ചിലപ്പോൾ വാങ്ങും, അല്ലെങ്കിൽ അവരുടെ ലെറ്റർ ബോക്സ് ഉണ്ടല്ലോ അതിനകത്ത് കൊണ്ടിടും, അത് വാങ്ങും. ഒരു ദിവസം ഞാൻ അവിടെ നിന്നപ്പോൾ ആ ചേച്ചി അവിടെ പുറത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചേച്ചി എന്നോട് വാങ്ങിയിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, മോനെ ഇത് കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇത് കത്തിച്ച് കളയുന്നത് ഞാനാണ്. കാരണം അമ്മാതിരി ബയോഡാറ്റ ആൾക്കാരുടെ ഫോട്ടോയും എല്ലാം ഇവിടെ ബയോഡാറ്റ ഇവിടെ വരുന്നുണ്ട്. അവസാനം ഇത് സാറിന് നോക്കാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി, സാർ ഇത് എപ്പോഴെങ്കിലും കണ്ടാൽ കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞ് ഞാനത് കൊടുക്കും. അതാണ് ഷാജി കൈലാസ് സാർ എന്ന് പറഞ്ഞത്. ആ സാറാണ് എന്നെ വരവ് എന്ന സിനിമയിൽ എന്നെ നേരിട്ട് വിളിച്ചു, ഇങ്ങനൊരു സിനിമ ഉണ്ട് അസീസ് അഭിനയിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞ വാക്ക്, ഞാനിത് നേരിട്ട് പറയാൻ നിന്നോട് കാരണം എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അസീസിനെ നേരിട്ട് വിളിച്ചത്, കൺട്രോളിനെ കൊണ്ട് വിളിക്കാതെ. ഞാൻ അസീസിനെ നേരിട്ട് വിളിക്കാനുള്ള കാരണം ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടു. അതുപോലെ നീ ഉറപ്പായിട്ട് വരും. ഇന്നത്തെ തലവരെ എന്താ നമുക്കറിയാം അല്ലേ? ഇന്നത്തെ ഭാഗ്യം അറിയാനുള്ള സമയമായി. നമുക്ക് നസീറിക്ക് തന്നെ തുടങ്ങാം. ഞാൻ ഒരു 8,000 രൂപ കൊടുക്കും. 8,000 രൂപ. ഞാനും ഒരു 8. ഓക്കെ, അസീസിക്ക് 8,000 രൂപ. അങ്ങനെ 16,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഫൈനൽ റിവീൽ ചെയ്യാനായിട്ട് പ്രചോദനോട് ചോദിക്കാം. ചേട്ടാ അപ്പോൾ പിടിച്ചു. 30,000 രൂപയാണ് ഈ സ്കിറ്റിന് വേണ്ടിയിട്ട് നേടിയിരിക്കുന്നത് ചേട്ടന്മാരെ. അപ്പോൾ കൂടുതൽ കൗണ്ടറുകളും സ്കിറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ നമുക്ക് ഒരു മിമിക്രി പെർഫോമൻസും കൂടെ കണ്ടാലോ? കുറെ സ്കിറ്റുകളൊക്കെ കണ്ടില്ലേ? നമുക്ക് വെൽക്കം ചെയ്യാം ബേസിൽ കലാഭവൻ. ഹലോ ബേസിൽ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? എവിടെയാണ് ബേസിലിന്റെ സ്ഥലം? എന്റെ വീട് എറണാകുളത്ത് പുത്തൻകുരിശ് എന്നുള്ള സ്ഥലത്തിനടുത്ത് കാണിനാട് എന്നുള്ള സ്ഥലം. പുത്തൻകുരിശുകാരനാണ്. അതെ അതെ അതെ. ബേസിലേ നമസ്കാരം. നമസ്കാരം. കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ടോ? ഷോ പിന്നെ സൗണ്ടാ ബേസിലിന്റെ. ബേസിൽ ഭയങ്കര വൈറലല്ലേ? അതെ അതെ അതെ, ഒരുപാട് ശബ്ദങ്ങൾ വൈറലാണ്. ഓ, അപ്പൊ എനിക്ക് ഇങ്ങനെ ബേസിലിന്റെ പെർഫോമൻസ് കാണാനായിട്ട് അതെ എനിക്കും. അല്ലേ? അപ്പൊ നമുക്ക് നേരെ ഐറ്റത്തിലേക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഐറ്റം ബേസിൽ. ഫസ്റ്റ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ യന്ത്രൻ എന്നുള്ള സിനിമ നമ്മളെല്ലാരും കണ്ട. അപ്പൊ അതിനകത്ത് റോബോട്ടായിട്ട് അദ്ദേഹം അഭിനയിച്ചപ്പോൾ ഉള്ള இல்ல இந்த ரூமுக்கு இன்னும் ரொம்ப சாப்பாடு கொடுத்துருக்கு. 10 நிமிஷம் கேமரா வேலை செய்யல, ஒன்னொருத்தருங்க வரமாட்டோம். கரண்ட் கட்டு, ஜெனரேட்டர்ல தண்ணி.
ആ ചിരിയിൽ ഞാൻ വീണുപോയി. ഓക്കെ, അടുത്തത് അടുത്തത് നമ്മള് മലയാളികളെല്ലാവരും കണ്ട ഒരു ഡബ്ബിംഗ് പടം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാം സ്ഥാനത്ത് ഉണ്ടാവും KGF എന്നുള്ള സിനിമ. അതെല്ലാവരും കണ്ടത് മലയാളം ഡബ്ബിംഗ് ആയിരിക്കും. അതെ അതെ. അത് അരുൺ CM എന്നുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഡബ് ചെയ്തത്. അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. കറക്റ്റ് കണ്ണ. ജീവിതത്തിൽ കുറച്ച് പേടി വേണം. പേടി ഹൃദയത്തിലുണ്ടാകണം. ആ ഹൃദയം പക്ഷെ നമ്മുടെ കയ്യിലായിരിക്കരുത്, നമ്മുടെ എതിരാളികളുടെ കയ്യിലായിരിക്കണം. മേ ഐ കം ഇൻ? അടിപൊളി. അടുത്തായിട്ട് നമുക്ക് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ സാറിന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന്റെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കഥാപാത്രമായിരുന്നു ഡെവിൻ കാർലോസ് പടുവിടൻ എന്ന ബ്ലാക്ക് എന്നുള്ള സിനിമയിൽ അദ്ദേഹം ചെയ്തത്. പിള്ളേര് നാലിലേ നീ ഞവളി അല്ലേ? ഒരു പട്ടണത്തിൽ ഏതൊരു മനുഷ്യജീവന്റെയും തലവര മാറ്റി എഴുതാൻ കഴിയുന്ന അധികാരത്തിന്റെ ലഹരി റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയില്ലാത്ത കടുത്ത രോഗമാണത്. ഞാനതിൽ സ്നേഹിക്കുന്നു, അതിൽ ജീവിക്കുന്നു. എന്നോട് നീ പറഞ്ഞ എല്ലാം വെച്ച് കെട്ടി പൂട്ടാൻ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഡെവിൻ കാർലോസ് പടവിടൻ എന്ന മാനസാന്തരം എന്ന മനുഷ്യൻ ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞോളെന്നോ? ഡെവിൾ അതായിരുന്നു കോളേജ് കാലത്തെ എൻ്റെ ഇരട്ട പേര്. ഡെവിൻ കാർലോസിന്റെ ചുരുക്കം. ഞാൻ ആ പേരിനെ സ്നേഹിക്കുന്നു ഷൺമുഖ. അടുത്ത നമ്മള് ദേവാസുര എന്നുള്ള സിനിമ കണ്ടവരാരും അതിനകത്ത് വില്ലനെ മറക്കില്ല. മുണ്ടക്കൽ ശേഖരൻ. മുണ്ടക്കൽ ശേഖരന് ശബ്ദം കൊടുത്തത് ഷമ്മി തിലകൻ ചേട്ടനായിരുന്നു. അപ്പൊ ഷമ്മി ചേട്ടൻ കൊടുത്ത ആ ഒരു വേരിയേഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. നീലാണ്ട ഒരു കാറ് കത്തി എനിക്കത് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. പേടിയല്ല നീലാണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം. പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ? അപ്പഴല്ലേ എനിക്ക് ഈ കളിയിലൊരു ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധിക നാളില്ല. നമ്മുടെ അനന്തഭദ്രം എന്നുള്ള സിനിമയിലെ മനോജ് കെ ജയൻ എന്ന നടൻ ചെയ്ത ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ദിഗംബരൻ എന്നുള്ള കഥാപാത്രം. നമുക്ക് ആ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. ചെമ്പ അറച്ചു പോയോ? നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളറി ചുവടും അഭ്യാസമുറകളും മറക്കാത്ത കളറിക്കൽ ചെമ്പ. നിനക്കെന്താണ് വേണ്ടത്? ഞാൻ വെറുമൊരു ബ്രഹ്മചാരി. നിന്നെ പോലെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. എന്നെ വെറുതെ വിട്ടുകൂടെ? കൊറേ പേര് ദിഗംബരനെ അനുകരിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് വേറെ ലെവലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത നമ്മുടെ ക്യാപ്റ്റൻ രാജു സാറിന്റെ കാബൂളിവാല എന്നുള്ള സിനിമയിൽ ആ മുന്നേ ആണെന്ന് തിരിച്ചറിയുമ്പോൾ ഉള്ള ആ ഒരു ഇമോഷണൽ സീനാണ് എടുക്കാൻ പോകുന്നത്. പൊന്നുപോലെ നീ ആയിരുന്നു ഇത്? നിന്നെയാണല്ലോടാ ഞാൻ തന്നെ ചതച്ചത്. നീ ഞങ്ങളുടെ മുന്നെയാ, എന്റെ പെങ്ങളെ പൊന്നുപോൻ മുന്നാ. ഇതാ നീ, ഇത് നിന്റെ ഉമ്മ. ഇവളുടെ മരണമാ ഞങ്ങളുടെ ബാബയുടെ താളം തെറ്റിച്ചത്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ജ്വരം പിടിച്ച് നിന്നെ കാണാൻ ഇറങ്ങിയതാ ഞങ്ങളുടെ ബാബ. അത് കഴിഞ്ഞ് നിന്നെ തേടാത്ത നാളുകളില്ല, നിന്നെപ്പറ്റി അന്വേഷിക്കാത്ത ദിവസങ്ങളില്ല. അതേ മുന്നേ ആണല്ലോ പടച്ചോനെ നീ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ലാലേട്ടന്റെ ഒരു ശബ്ദം ഞാൻ ഈയിടെയായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശ്രമിച്ചോളൂ. ശ്രമം മാത്രമാണ്, ഇത് ഐറ്റം വേറെയാണ്. ശ്രമിച്ചോളൂ. ലാലേട്ടൻ ആയതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ പഴയ മോഹൻലാലിന്റെ ഒരു ശബ്ദവും ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ശബ്ദവും വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ കിരീടം, ചെങ്കോൽ ആ സമയത്തുള്ള ലാലേട്ടന്റെ ശബ്ദമാണ് എടുക്കാൻ പോകുന്നത്. വിന്റേജ് ലാലേട്ടൻ. ഏത് വീട് കയറി കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ. ഇപ്പതാ മുഖത്ത് കണ്ടില്ലേ? ആരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ട. കൊള്ളാം, ഭംഗിയിട്ടല്ലേ? എന്തിന് ഇനി ഇത് മാറ്റാൻ പാടില്ല. സേതുമാധവന്റെ ജീവിതത്തിൽ ഇതൊരു തൂവൽ. അതെ, തൂവൽ. നിനക്കൊന്നും മനസ്സിലാവില്ലല്ലേ? മണ്ടൻ മണ്ടൻ. ഒരു മനുഷ്യന് എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെയും ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. അടിപൊളി. കിട്ടില്ല ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് പെർഫെക്ഷൻ പീക്ക് ആയിരുന്നു. ചേച്ചിമാരൊരു വലിയ കൈയടി. ബേസിലെ ഒരു കാര്യം പറയാം, ലാലേട്ടന്റെ വോയിസ് ക്യാരക്ടർ പല വേർഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ക്യാരക്ടർ അങ്ങനെ ആരും അനുകരിക്കാത്ത ഒരു ക്യാരക്ടർ കേട്ടോ. ബേസിലെ അസാധ്യമായിട്ടുണ്ട് കേട്ടോ. അജിത് സാർ
സാറിനെ ഒന്ന് അനുകരിക്കാമോ എന്നൊരു റിക്വസ്റ്റ് ഞാനൊന്ന് ഓക്കെ, അജിത് സാറിന്റെ ആയിരുന്നു ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വൈറലായി. അപ്പൊ നമുക്കത് നേരിട്ട് കാണാം അല്ലേ? ഓക്കെ ഓക്കെ. என் வாழ்க்கையில் ஒவ்வொரு நாளும் ஒவ்வொரு நிமிஷம் ஒவ்வொரு நொடியும் நானா செதுக்கினதுடா. தமாசு தமாசு, காசுக்காக என்ன வேணாலும் பண்ணுவேன். ஆனா தன்மானத்துக்கு கொடுத்துக்கிறாருன்னா தலையே போனாலும் அடிக்கிறதுடா பிளானு. കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അല്ല കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാലും നമ്മൾ കഴിഞ്ഞില്ല, ഇനി വരാനുള്ളതല്ലേ? അതെ അതെ അതെ. ബേസില് നമ്മുടെ കോമഡി ഉത്സവത്തിന് ഞാനും ക്ലിപ്പിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതായിട്ട് വേറെ എന്ന ഫ്ലോറിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും പുതിയ ഐറ്റങ്ങളായിട്ട് വരിക കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. നല്ല ശബ്ദമാണ് അല്ലേ? ബേസിലെ ഉഗ്ര സൗണ്ടാണ്. നമ്മളിപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഡബിങ്ങിനൊക്കെ കിട്ടുകയാണെങ്കിൽ. ഞാനിപ്പോ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അത് പറ. ഇപ്പൊ അടുത്ത ചെയ്ത തെലുങ്കോ അങ്ങനെ സിനിമകൾ വല്ലതും ഡബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ബ്രാഡ് പിറ്റിന് 2 പടത്തിൽ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ സിനിമകളിൽ ഇപ്പൊ കാർട്ടൂൺസ് ചെയ്യുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും ഡബിങ് ചെയ്യുന്നുണ്ട്. 4 വർഷമായി. ലാലേട്ടനും ദിഗംബരനൊന്നും ഒരു രക്ഷയില്ല, എടുത്തു വെച്ചിരിക്കുക. താങ്ക് യു ചേട്ടാ. അടിപൊളി. അപ്പൊ ബേസിലെ താങ്ക് യു സോ മച്ച്. ഇനിയും വരും അല്ലേക്കാ? തീർച്ചയായിട്ടും ഇനിയും വരണം. അതെ. അപ്പൊ അന്നേരം വീണ്ടും കാണുന്നത് വരേക്കും, വീണ്ടും സന്ധിക്കും വരേക്കും. വണക്കം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനിയൊരു വെറൈറ്റി ഐറ്റം വരാൻ പോകണം. നമ്മളൊരു വെറൈറ്റി സ്ഥലത്ത് പോകാൻ പോകണം. റെഡിയാണോ ചേച്ചിമാരെ? കാര്യക്കാർ റെഡിയല്ലേ? എങ്കിൽ നമ്മളൊരു സർക്കസ് കൂടാരത്ത് പോകാൻ പോവാണ്. അവിടെ നമ്മളെ കാത്തിരിക്കുന്നു നമ്മുടെ ദീപു നാവായിക്കുളം. ദീപു ചേട്ടനുണ്ട്, സജി മൂങ്ങോട്, സജി ചേട്ടനുണ്ട്, കൂടെ മണിക്കുട്ടൻ ചേട്ടനും. കൊടുക്കാൻ ഒരു വലിയ കൈയ്യടി. ആശദീപമേ അഴകാർന്ന താരമേ അതിദൂരമീ യാത്ര. മോനെ ബാബു, ഓമാലി കരയാൻ പാടില്ല. ഓമാലി കരഞ്ഞാ ജനം ചിരിക്കും. ചിരിക്കാൻ വേണ്ടി കരഞ്ഞോടാ മോനെ. ഇവിടെ പറയേണ്ട കാര്യം എന്തായാലും സർക്കസ് ആണല്ലോ, അതിന്റെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി അതിനല്ലേ പാട്ടിട്ടേക്കുന്നത്. പാട്ടില്ല, ഇത് പറഞ്ഞപ്പോ കറക്റ്റാ. ഇനി കിട്ടും. എന്താ മലയാളി നോക്കും മലയാളി പൊളിച്ച്. താങ്ക് യു മലയാളി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആഹാരം അടിപൊളി. അതല്ല പൊള്ളിച്ചെന്ന്. പിന്നെ പൊള്ളണം, നിങ്ങൾക്ക് പൊള്ളണം മലയാളി. ഞാൻ ഇവിടെ സർക്കസിന് വന്നല്ലേ, നിങ്ങൾ എന്നായിട്ട് ഈ പാചകം മൊത്തം ചെയ്യിപ്പിക്കണത്തിനാണ്. എടാ നീ സർക്കസിന് വന്നാണ്, നീയാണ് ഇവിടുത്തെ സർക്കസുകാരനും. എന്നിട്ട് എന്തെങ്കിലും അറിയാവുന്ന ഒരു കക്ഷി നീ മാത്രമല്ല ഉള്ളു. പക്ഷെ പാചകക്കാരൻ ലീവാണ്, അതുകൊണ്ടല്ലേ നിന്റെ അടിക്കുന്ന പാചകം. ലീവായല്ലോ, അവന് പൈസ കൊടുക്കാത്ത അവൻ ചാടിപ്പോയല്ലേ മലയാളി. നീ അങ്ങനെ പറയണോടാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിട്ടിട്ടാണ് ഞാൻ ഈ സർക്കസ് കൂടെ നടത്തിക്കൊണ്ട് പോകുന്നത്, അറിയാമോ? എനിക്ക് അറിയാമേത്തോണ്ട് ചോദിക്കുകയാണ് മലയാളി, നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്? ഇതിപ്പോ എത്രാമത്തെ തവണ ഈ താലിയുടെ കാര്യം പറയണം? ഈ പ്രസ്ഥാനം തുടങ്ങിയ സമയത്തോട്ട് പറയല്ലേ? നിനക്കൊന്നും വിശ്വാസം വരുന്നില്ല? ഇല്ല. ശരി, ഇന്ന് മുതൽ ഞാൻ ഓണറാണ്. അത് തന്നെ പറയേണ്ട കാര്യമില്ല, നിങ്ങളല്ലേ ഇവിടുത്തെ ഓണർ. ഓണറാന്നാ ഞാൻ പറഞ്ഞത്. ഇത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യണം. ഞാൻ കിഡ്നി ഡോണറാന്നാ പറഞ്ഞത്. മലയാളി പാവ, എന്റെ മലയാളി ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നല്ലേ മലയാളി. ഈ ഒരു പ്രസ്ഥാനം മൊത്തം ഇങ്ങനെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി എന്റെ മലയാളി. നിനക്കത് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ അങ്ങനെ നിന്നാ മതി. അതുകൊണ്ട് മലയാളി കൊടുക്കണതാ കൊടുക്കണ, ഒരെണ്ണമായിട്ട് കൊടുക്കാതെ 2 എണ്ണം കൊടുക്കുള്ള ചില്ലറ ഞൊപ്പിയില്ല. നാണോ പറയല്ലോടാ നിനക്ക് പറയാം. എടാ ഒരു കാലത്ത് ഞാൻ ആരാന്നറിയാവോ? ഇപ്പോഴൊന്ന് വീഴ്ച പറ്റിപ്പോയി. ബോംബെ സർക്കസിലെ കിങ് ആയിരുന്നു ഈ മിശ്ര. മിശ്ര എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ചലിക്കത്തില്ലായിരുന്നല്ലോ. അത് സ്റ്റാച്യു എന്ന് പറഞ്ഞാലല്ലേ ചലിക്കാതിരിക്കണം. ഞാൻ പോയല്ലേ മലയാളി. മലയാളി പിന്നെ നോണ്ട ഒരുത്ത അവിടെ കിടന്ന് കറങ്ങണ കാക്കിയിട്ടുണ്ട്. കാക്കയെ ഓടിക്കാൻ? കാക്കയെ ഓടിക്കാനല്ല, കാക്കിയിട്ടുണ്ട് ഒരുത്തന്റെ പുതിയ ഒരു താരമേ. അതെ, നമ്മുടെ മൃഗങ്ങൾക്ക് പുലി, കടുവ, സിംഹം ഇവർക്കൊക്കെ കൊടുക്കാതെ തീറ്റ കൊടുക്കാമെന്ന. ഇവിടത്തെ മൃഗങ്ങൾക്കെല്ലാം ആഹാരമുണ്ട്, നമുക്ക് ഒരു നല്ല ആഹാരം ഇല്ലല്ലോ മലയാളി. നല്ല ആഹാരം ഇല്ലാത്ത എന്തുകൊണ്ടാ? നല്ല കളി പിടിക്കണം, നല്ല ഷോ ചെയ്യണം, എന്നാലേ നല്ല ആഹാരം കിട്ടത്തുള്ളൂ. ഓടെ കാര്യം പറഞ്ഞപ്പോഴാണ് അടുത്ത ആഴ്ച നമുക്ക് എവിടെ മലയാളി ഷോ? കരുനാഗപ്പള്ളിയിൽ. അപ്പൊ കൊല്ലത്തില്ലേ? കൊല്ലും. നല്ല കളി കളിച്ചില്ലേ അവന്മാര് കൊല്ലും. അതല്ലെന്ന് കൊല്ലത്ത് നമ്മളൊരു പരിപാടി കൊടുത്തിട്ടില്ല. അത് ഓണത്തിനല്ലേടാ. അപ്പൊ ഈ ഓണം നമ്മളെ കയ്യിൽ നിന്ന് പോയി മലയാളി. വൃത്തികേട്. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്. മറ്റേ മാജിക് തലയിൽ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കുമല്ലോ, അവൻ വരാൻ സാധ്യതയില്ല. എടാ നിന്റെ അച്ഛൻ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. പിന്നെ അച്ഛൻ കിടക്കില്ലായിരുന്നു. അച്ഛൻ സൂപ്പർ അല്ല, തലയിലൊക്കെ വെച്ചിട്ട് സംഭവം ചെയ്യും. അച്ഛനെ ഒന്ന് വിളിയടാ. അച്ഛനെ ഇപ്പൊ വരാൻ പറ്റത്തില്ല. എന്താ? ഭയങ്കര മാർക്കറ്റിംഗ്. ഇപ്പൊ ഹോട്ടലുകാരിൽ അച്ഛനെ ഏറ്റെടുത്തു.
ഗ്യാസ് ഇല്ലല്ലോ. ഇപ്പൊ അച്ഛന്റെ തലയിൽ വെച്ച ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര സംഭവം. ഈ ഇടയ്ക്ക് കണ്ട ഷവർമ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചാൽ കിട്ടില്ല. അച്ഛൻ ബിസിയാ, ഫുൾ ബിസിയാ. അത് പോട്ടെ. ഇന്നലത്തെ ഷോയില് നീ ആത്മാർത്ഥമായി ചില ആ റിങ്ങിനകത്ത് ഇങ്ങനെ ചാടി വന്നില്ലേ? അപ്പൊ സജീവ് അപ്പുറത്ത് ഇങ്ങോട്ട് വന്ന് ഊഞ്ഞാലെ ആടി വന്ന് കൈ കയറി ലോക്ക് ചെയ്തല്ലോ. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നിനക്ക് കൈ തരേണ്ടതാണ്. എന്തൊരു ലോക്കായിരുന്നു അത്. ഈ സംഭവം ഊഞ്ഞാലി നാടുന്ന സംഭവമാണല്ലോ. അപ്പൊ ഇവൻ ഇപ്പുറത്തേക്കണം, ഞാൻ അപ്പുറത്തേക്കണം. അപ്പൊ എന്നെ നോക്കിയുടെ പറയണം, ഞാൻ അങ്ങോട്ട് ചാടി വരണമെങ്കിൽ അവന് കൊടുക്കാനുള്ള 1000 രൂപ കൊടുക്കണമെന്ന്. ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കാനാണ് മുതലാളി? ആകെപ്പാടെ ചിട്ടിക്ക് കൊടുക്കാൻ പറ്റിരുന്ന 1000 രൂപ ഞാൻ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അളിയാ ഒണ്ടറാ വരണ പറ്റിക്കലടാ എന്ന് പറഞ്ഞു. ആ പൈസ കണ്ടത് ഇവൻ ചാടി വന്നു ഒറ്റ പിടുത്തം. അങ്ങനെയാണ് ലോക്കായത്. ഓ, ആ പൈസയും കൊണ്ട് പോയ പോക്കാണ്. അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവനെ കൈ കിട്ടി അവനെ ഇടിക്കും ഞാൻ. കടം മേടിച്ചിട്ട് നീ അവനെ ഇടിക്കുന്നതിനാ? പിന്നെ അല്ലാതെ ആ നേപ്പാളി പെണ്ണില്ലേ, ഞാൻ നേപ്പാളി പെണ്ണുമായിട്ട് സെറ്റായിട്ട് വന്നായിരുന്നു. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയവൻ. അതുകൊണ്ട് അവൻ എന്റെ കൈ കിട്ടിയ ഇടിക്കും, ചുമ്മാ പെട്ടിപ്പിക്കും. കയറാൻ പറ്റാത്ത നിങ്ങൾ എന്തിനാ കുമ്പച്ചത്? നിങ്ങൾ കുമ്പച്ച പിന്നെ എനിക്ക് വെച്ചൂടാ. ഞങ്ങൾ ഉമ്മം വെച്ചല്ലോ കയറി അങ്ങ് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട്. കുമ്പച്ചതല്ലേ? നീ എന്ത് ഹുമ്മും ഹോയും വെച്ചിരുന്നാലും ശരി, നിന്നെ ഇനിയും തല്ലി ഞാൻ. എന്താടാ കാര്യം? തല്ലും. എന്ത് കാര്യം? ഇവൻ എന്ത് വൃത്തികേടാണ് കാണിച്ചത്? എന്ത് വൃത്തികേട് കാണിച്ചത്? ഇവൻ വൃത്തികേട് കാണിച്ചു. എന്ത് വൃത്തികേടാണ്? ഇവൻ എനിക്ക് രാവിലെ കാപ്പി തന്നു. കാപ്പി തന്നത് ഒരു വൃത്തികേടാണോ? അതാണോ ഞാൻ പറഞ്ഞു വന്ന? ഞാൻ പറയട്ടെ. ഇവൻ കാപ്പി തന്നോണ്ടേ ഞാൻ ഓടിച്ചെന്ന് മരണക്കിണറിനകത്ത് ബൈക്ക് ഓടിക്കാൻ വേണ്ടിട്ട് കയറി. സാധാരണ എത്ര മണിക്കൂർ? 1/2 മണിക്കൂറാണ് ഞാൻ ഓടിക്കുന്നത്. 1/2 മണിക്കൂറാണ് നീ ഓടിക്കുന്നത്. ഇപ്പൊ ഞാൻ 1 മണിക്കൂർ ഓടിച്ചു. ഞാനത് കണ്ടായിരുന്നു. സത്യം നിന്റെ കൈ തരണമെന്ന് വിചാരിച്ചു. 1 മണിക്കൂർ അവൻ നിന്ന് പറഞ്ഞു. അതിന് ഇവനാ കാരണക്കാരൻ. അപ്പൊ എവനെടാ കൈ കൊടുക്കേണ്ടത്? അതല്ലാന്ന് ഞാൻ പറഞ്ഞു വരട്ടെ എന്ന്. ഞാൻ രാവിലെ ഒന്ന് കാപ്പി കുടിച്ചായിരുന്നു. കാപ്പി കുടിച്ചപ്പോ എനിക്ക് കറി തന്നില്ലേ? ആ കറിയിൽ ഇവൻ കുരുമുളക് കറി അരച്ച് ചേർത്തു. ഞാൻ 1 മണിക്കൂർ ബൈക്കിൽ ഇരുന്നല്ല നിന്നാണ് അതിനകത്ത് കിടന്ന് കറങ്ങി ഓടിച്ചത്. അറിയാവോ? അതിന് ഞാൻ പകരം ചോദിക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അവൻ മനഃപൂർവ്വം ചെയ്തതായിരിക്കത്തില്ല. അവൻ നന്നായിട്ട് കറി വെക്കുന്നവനാണ്. ഇന്നലെ തന്നെ ഉണ്ടാക്കിയ മീൻ കറി എന്ത് ടേസ്റ്റ്! കൈന്റെ മണം പോയിട്ട് ചെന്ന് കൈ കഴുകും. സോപ്പിട്ട് കൈ കഴുകി കൈന്റെ മണം പോകും. നിങ്ങൾ വിഷയം മാറ്റിയത് വേണ്ടടാ. എടാ എന്തിനാണെന്ന് പറ. എന്തിനാണ്? എന്താ സംഭവിച്ചത്? അവൻ പറയട്ടെ. മുതലാളി, ഒരു കാര്യം ഞാൻ പറയാം. എന്നെ നീ ഈ പെണ്ണുങ്ങൾ മുമ്പ് വെച്ച് നീ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പുറം എന്ത് ഇൻസൾട്ട് ചെയ്തു? എന്റെ മുതലാളി ഇവൻ പറയില്ല എനിക്ക് ടൈമിംഗ് ഇല്ലെന്ന്. ടൈമിംഗ് ഇല്ല എന്ന് പെങ്കൊച്ചിന്റെ കയ്യിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പെങ്കൊച്ച് താഴെ വരുന്ന കൈയും കാലം ഒടിയത്തില്ലേ? അതല്ലേ അവൻ പറഞ്ഞത്. ഇന്നല്ലാതെ ഒന്നിലും നീ അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും വിഷയം ഉണ്ടാക്കാതെ നീ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഉണ്ടാക്കും. നീ എന്തിനാണ് പ്രശ്നം? ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് ശരിയാകത്തില്ല. നിങ്ങൾ അങ്ങോട്ട് പോറക്കെ ഞാൻ പോകും. ഇന്നത്തോടെ രണ്ടിലൊന്നും അറിയണം. എടാ അവൻ പോകുന്ന ചെന്ന് പോകണ്ടെന്ന് പറയാം. അവൻ പോട്ട് മുതലാളി. അവൻ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്റെ 2 സാധനം ഇല്ലേ? എനിക്ക് അതിനും കൂടെ ഞാൻ ചെലവിന് കൊടുക്കണം. അതല്ലെന്ന് എന്റെ 2 നമ്പർ കിടക്കാൻ അടിക്കാൻ സാധനങ്ങൾ അഭ്യാസം ഉണ്ടല്ലോ. അപ്പൊ അവന്റെ അഭ്യാസം ഉണ്ട്. രണ്ടുപേരും അഭ്യാസം എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ പോകും. എടാ പോകണ്ടെന്ന് പറയടാ ചെന്ന്. എടാ അവൻ പോയി കഴിഞ്ഞാൽ ഈ ടെന്റ് അടിച്ച് കൂട്ടേണ്ട ഗതികേട് വരും. ഒരു കാര്യം ചെയ്യാം മുതലാളി, ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്റെ കൂടെ കട്ടക്ക് നിന്നാ മതി. കട്ടക്ക് നിന്നോളാം. ഓക്കെ സാധനങ്ങൾ പറ കിട്ടണേ ഉള്ളൂ മുതലാളി. മുതലാളി, ഞാൻ ഇനിയെങ്കിലും ആ ഒരു നഗ്ന സത്യം ഇവന്റെ അടുത്ത് വിളിച്ച് പറയാൻ പോയാണ്. പറയരുത്. ഇല്ല മുതലാളി, അവൻ അറിയണം മുതലാളി. എടാ ഈ കൈ കൊണ്ട് കൊടുക്കുന്ന ഈ കൈ കൊണ്ട് അറിയരുതെന്നുള്ള ഒരു ചിന്താധികാരനാണ് ഞാൻ. ഇല്ല, അവൻ അറിയണം. അത് പറയരുത്. അപ്പൊ എല്ലാം പറഞ്ഞോലെ ഒന്ന് നിക്കണം സുഹൃത്തെ, ഒന്ന് നിക്കണം. ഇനിയെങ്കിലും നീ ആ നഗ്നമായ സത്യം നീ മനസ്സിലാക്കണം. നിന്നെ ഈ മുതലാളി ദത്തെടുത്തതാടാ. എവിടെ ദത്തത്? കൊട്ടാരക്കര. കോട്ടയം. കോട്ടയത്ത് എവിടെ നിന്ന്? കറുകച്ചാൽ. കറുത്തച്ചാൽ. ചാലി കടന്ന് കിട്ടിയ പിന്നെ അമ്മ തൊട്ടിൽ. അവിടെ നീ ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. കുഞ്ഞിന്റെ ഇത് പോത്തിന്റെ അമറൽ പോലെ. എവിടെ? അമ്മ തൊട്ടില്ല. അതെ അതെ അതെ. ഏത് വർഷം? 1981, 2, 3, 4, 5 ഫിക്സ്. 1985 അമ്മ തൊട്ടില്. എടാ പൊട്ട ഒരൊറ്റ അടി അടിച്ചു തരും. 10-15 വർഷമായിട്ടുള്ള അമ്മ തൊട്ടിൽ വന്നിട്ട് അവ 85-ലെ കഥയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിന്നെ തീർക്കും ഞാൻ. കോട്ട സൂട്ടിട്ട് നാണോ വലിയ കളവ ഇങ്ങനെ നടന്ന അമ്പിനിക്ക്. ഞാൻ പോവും. നിന്റെ കൈ നാച്ചുറൽ ആയിരിക്കണം. നീ ഓവറായി പോയി. കൈന്നിട്ടതാ പോയത്. കൈന്ന് ഒന്നങ്ങ് തരേണ്ടതല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. എന്തായാലും അവൻ പോവില്ലേ? നിനക്കൊരു തല്ല് മുതലാളി, എനിക്ക് ഒരെണ്ണം അവന് കയ്യിൽ കൊടുക്കണമെന്നുണ്ട്. കൊടുത്തോ? അതിനുള്ള വഴി ഞാൻ ഒപ്പിച്ചെന്നാ പോരാ.
അപ്പൊ ചെന്ന് ഉടയ്ക്കും. താക്കോല് ചേട്ടാ താക്കോല് താക്കോല് വണ്ടിയുടെ താക്കോലാടാ ബൈക്കിന്റെ താക്കോലാടാ താക്കോൽ എടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. ഇവനെ ഇന്ന് ഞാൻ ഞാനാ പറയുന്നത്, ഞാനാ വൃത്തികെട്ട പണിയാണ് അവൻ കാണിച്ചത്. അവനെ ഞാൻ തല്ലും സൈ, അവനെ ഞാൻ തല്ലും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തല്ലും. അല്ലല്ല, മുതലാളി നല്ലവനാ, അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രശ്നം നടന്നപ്പോ ഇടയ്ക്ക് പിടിച്ചു പറ്റാതെ. അതെ. പക്ഷെ അവനെ ഞാൻ തല്ലും, അവനെ ഞാൻ തല്ലിട്ട് അവനെ തല്ലിയാ പോരെ. ഒന്നിനും ഞാൻ അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് പോകും. അവനെ തല്ലിക്കോ, അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. തല്ലിയാ മതി. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. സത്യ ഓ മലയാളി കഞ്ഞി റെഡിയായി. കഞ്ഞി ഏറെക്കുറെ റെഡിയായിരിക്കുന്നു മലയാളി. സത്യ ഞാനാ പറയുന്നത്, ഞാനാ ഇനി പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നത്തിന് നീ അവനെ തല്ലി, നീ അവനെ തല്ലി. ഇവിടെ തല്ല് തീർന്നല്ലോ, പ്രശ്നം തീർന്നല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ തല്ലു കൂടരുത്. അപ്പൊ നമ്മള് ഒരുമിച്ച് ഇനി പോകുന്നു. തീർന്നല്ലോ. അപ്പൊ ചെന്ന് കയറിക്കോ. എവിടെ? ബൈക്ക് എടുത്ത് കയറിക്കോ. എടുക്കാനും നിനക്ക് പറ്റില്ല. ഇപ്പൊ കയറിട്ട് വന്നേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴൊന്നും പറ്റത്തില്ല, പറ്റത്തില്ല. നീ പോയി കയറാം. പിന്നെ എനിക്ക് വേറെ പണി കൊണ്ടുപോകാൻ, എനിക്ക് വേവിക്കാൻ കിടക്കണം. അപ്പോൾ ഞാൻ ഇനി ബൈക്കിൽ കയറണം. രണ്ടുപേരും ഒന്നിച്ചിട്ട് രണ്ടുപേരും കയറത്തില്ല. നീ കയറുന്നുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞില്ല. നീ കയറുന്നില്ല? ഇല്ല. എടാ ഇതിനൊക്കെ മുമ്പേ ഞാൻ ഈ പണിയായിട്ട് നടന്നതാടാ. ഞാൻ കാണിച്ചതാ, ഞാൻ കയറൂടാ. നിനക്കൊക്കെ വേഗം ഞാൻ കയറും. നീ കാണിച്ചു തരാം നിന്നൊക്കെ. തോണ്ടാ, ഇത് മൊത്തം ഇങ്ങനെയാണ് ഇങ്ങനെ ആക്കിയത്. എന്നിട്ട് ഇപ്പൊ അവിടെ ചെന്ന് ബൈക്കിൽ കയറിയിട്ട് അടങ്ങുള്ളെന്ന് പറഞ്ഞിരിക്കുക. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. അയ്യോ അയ്യോടാ, ഞാൻ ഈ മരണക്കിടന്റെ ഡോർ അടയ്ക്കാൻ പറഞ്ഞു. ഡോർ അടയ്ക്കാൻ പറഞ്ഞു. ഓക്കടാ പോണ മിശ്ര. മിശ്രല്ലേടാ മിസൈല്. അപ്പൊ സർക്കസ് കളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ഷോയുടെ കമന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ടതുണ്ട് മണിക്കുട്ടൻ ചേട്ടാ, അല്ലേ? തീർച്ചയായും. ഓക്കെ, നസീറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? സർക്കസ് കൂടാരവും ഈ കോസ്റ്റ്യൂമും അതിൻ്റെ മുതലാളിയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു സർക്കസ് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ നല്ല കളിക്കാരില്ലാത്ത പോലെ ഫീൽ ചെയ്തു സർക്കസിൽ. സുഖമായില്ല. അത് സബ്ജക്റ്റിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒപ്പിച്ചെടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് കൗണ്ടറുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതായിപ്പോയി. ഒരു മുതലാളിയുടെ വിഷമവും അതിൻ്റെ അകത്ത് മറ്റുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു. പക്ഷേ അതിനനുസരിച്ചുള്ള കൗണ്ടറുകളും കാര്യങ്ങളൊന്നും വന്നില്ല. കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ മണിക്കുട്ടാ? ഫീൽ ചെയ്തില്ലേ? തമാശകൾ ഒട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. മണിക്കുട്ടാ, ദീപു, സജി, നിങ്ങൾ 3 പേരും നിരന്ന് നിൽക്കുമ്പോൾ നമ്മൾ പഞ്ചാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നതും ഇവിടെ ഇരിക്കുന്നതുമൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഹ്യൂമറിൻ്റെ ഒരു കുറവ് അതിനകത്തുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ സർക്കസ് കൂടാരോ ഒക്കെ നമ്മൾ കണ്ടപ്പം ഒരുപാട് പ്രതീക്ഷിച്ചു. പിന്നെ ഈ വേദിയിൽ അത് പുതിയതുവാ സർക്കസ് കൂടാരും കളിക്കാരും ഒക്കെ പുതിയതാണ്. പിന്നെ ദീപുവൊക്കെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നപ്പോൾ നമ്മൾ വെച്ച് മറ്റേ ദീപുവിൻ്റെ സ്ഥിരം ഒരു പരിപാടി ഉണ്ടല്ലോ, ഓട്ടം പരിപാടികളും കളി, അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. ഈ ദത്തെടുത്തു എന്ന് പറഞ്ഞപ്പം അവിടെ മുതൽ ഞാൻ വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് പോകുമായിരിക്കും. പക്ഷേ അവിടെ നിന്നും പിന്നെ കുറച്ച് എന്താ പറയുന്നത്, ഹ്യൂമർ ആശയദാരിദ്ര്യം പോലെ തോന്നി. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പൊളിക്കാം. അടുത്തതിൽ പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് എന്ന് പറയും. താങ്ക് യു ചേട്ടാ. അസിസിക്ക ചെങ്കളെ, നമ്മൾ ഈ സാധാരണ ചില റിവ്യൂ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിൽ മണിക്കുട്ടൻ ചേട്ടൻ ഇപ്പോൾ ഒരു പടത്തിൽ നല്ലൊരു വേഷം ചെയ്താൽ നന്നായിട്ട് പറയും, ഉഗ്ര ആർട്ടിസ്റ്റാണ്, അയാൾക്ക് എന്ത് കൊടുത്താലും അയാൾ അസാധ്യമായിട്ട് ചെയ്യും, അടിപൊളിയാണ് എന്നൊക്കെ പറയാം. പിന്നെ വേറെ പടം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പടം ചെറിയൊരു മോശമായി പോവും. മോശമായി പോയാലും റിവ്യൂ ഇയാൾക്ക് എന്തിനാണ് അഭിനയിക്കുന്നത്, എന്തിനാണ് നടക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയില്ല നിങ്ങളെ. കാരണം എന്നറിയോ, നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്, കിടിലൻ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ എടുക്കുന്ന പ്രതലം, നമ്മളിവിടുത്തെ ഈ ഐറ്റം വേറെ എന്ന് പറയുന്ന ഒരു മത്സരമാണ്. നല്ല സ്കിറ്റുകൾ ചെയ്താലേ കാശ് കിട്ടുള്ളൂ, നല്ല മാർക്കുകൾ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുകൾ ആണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇതിനകത്ത് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ദത്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ പോർഷൻസ് ഇല്ലേ, അത് മാത്രമാണ് ഇതിനകത്ത് ഒരു ചെറിയൊരു ജീവൻ വെച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഒരു ജീവൻ വന്ന ഒരു സംഭവം അവിടെയായിരുന്നു. എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പം സജിയെ പറഞ്ഞു വിടാത്തത് സ്കിറ്റ് കളിക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ഒരു ഫീലായിപ്പോയി. എടാ നീ പോവല്ലേ വേറെ ആരും കളിക്കാനില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പൊളിക്കാം അല്ലേ? ഓൾ ദ ബെസ്റ്റ്. അസിസിക്കെങ്കിൽ ആ മാർക്കും കൂടി പറഞ്ഞൊന്ന് തുടക്കം ഇട്ട് വെക്കാം. ഞാൻ 4000. 4000. പ്രചോദേട്ടനോ? ഞാനും 4000. 4000. ഇനി ഫൈനൽ റിവീൽ ചെയ്യും നസീർക്ക. 15,000 രൂപയാണ് ഈ
ഈ സ്കിറ്റിന് വേണ്ടിയിട്ട് നേടിയിട്ടുള്ളത് കുഴപ്പമില്ല. ഒരുപാട് കൗണ്ടറുകളും കോമഡിയും നിറച്ചിട്ട് നമുക്ക് വീണ്ടും അടുത്ത തവണ കാണാം. അന്ന് പഞ്ചടിക്കണം കേട്ടോ. ഓക്കെ മണിക്കൂട്ടൻ ചേട്ടാ, ദീപ് ചേട്ടാ, ചേട്ടാ, ടാറ്റാ. നസീറിക്ക, പ്രചോദേട്ട, അസിസിക്ക, നമ്മൾ ഇത്രയും നേരം സ്കിറ്റുകളൊക്കെ കണ്ടു. ഇനി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കണ്ടാലോ? കുറച്ച് നല്ല മിമിക്രി ആസ്വദിക്കാം അല്ലേ? അപ്പൊ ഞാൻ അങ്ങ് വയനാട്ടിൽ നിന്ന് ഒരു നല്ല കലാകാരനെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ഹരീഷ് കുമാർ. ഹലോ ഹരീഷ് ചേട്ടാ. ഹലോ, നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. താങ്ക് യു. എവിടെയാണ് വയനാട്ടിലെ സ്ഥലം? ഞാൻ വയനാട്ടിൽ ഇപ്പൊ മാനന്തവാടിയിലാണ്. മാനന്തവാടിയിലാണ് അല്ലേ? അവിടെ ഞാൻ വർക്ക് ചെയ്യാണ്. വൈരക്കുപ്പ എനിക്കറിയില്ല. ഞാൻ എറണാകുളംകാരനായിരുന്നു. ഇപ്പൊ ജോലി വയനാട്ടിലാണ്. ഞാൻ ഇപ്പൊ അവിടെ സബ് കളക്ടർ ഓഫീസ് മാനന്തവാടിയിൽ വർക്ക് ചെയ്യാണ്. ശരി, ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടാ? വീട്ടിലിപ്പോ അച്ഛൻ മാത്രമേ ഉള്ളൂ. മിമിക്രിയാണ് ചേട്ടന്റെ സ്പെഷ്യൽ. അതെ, മിമിക്രിയാണ് എന്റെ സ്പെഷ്യൽ. അപ്പൊ നമുക്ക് പിന്നെ അതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്പെഷ്യൽ ഐറ്റം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് തമിഴ് മലയാളം താരങ്ങളുടെ ശബ്ദാനുകരണങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് തളപതി വിജയുടെ 2-3 വേരിയേഷൻസ് ഒന്ന് ശ്രദ്ധിക്കാം. വിജയുടെ തെരി എന്ന് പറയുന്ന സിനിമയിലെ ഇന്റർവൽ പഞ്ച് സീനിലെ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം. സർ, யாரு வேணாலும் இருக்கலாம் சார். பப்ளிக்காக இருக்கலாம், இந்த ப்ரெஸ் பீப்புளாக இருக்கலாம், இல்லை இந்த பொண்ணோட்டு அம்மாவாக இருக்கலாம், அப்பாவாக இருக்கலாம், அண்ணனாக இருக்கலாம். இந்த அண்ணன் ஒரு போலீஸ் ஆஃபீஸராக இருக்கலாம், அவர் பேர் கூட IPS விஜய் குமார் கூட இருக்கலாம். சாயந்தரம் போடி வீடுதானே சார்? இல்லை, സ്വന്തക്കാർക്കെല്ലാം சொல்லி ഇനി തെരിയെന്ന് പറഞ്ഞ സിനിമയിൽ മലയാളത്തിൽ സംസാരിച്ച വിജയുടെ ഒരു പോർഷൻ ഉണ്ട്. അതും കൂടി നമുക്ക് കേട്ടു നോക്കാം. അയ്യോ ശരി, ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവിള, ഇതാണ് എൻ്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ നിക്കോളാസ്, അത് കഴിഞ്ഞ് അപ്പച്ചൻ കുരുവിള, ഇപ്പം ഞാൻ. ഒരു ചെറിയ ആക്സിഡൻറ്റ്. എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട, അതാ പ്രതി തിരിച്ചു മേടിക്കാൻ വന്നു. ഞാൻ ഒപ്പിട്ട് പോകാമോ അല്ല നിൽക്കണോ? അടിപൊളി അടിപൊളി അടിപൊളി. മലയാളം വിജയ് സാർ പറയുന്നത് അനുകരിച്ച് ഞാൻ കുറവാണ് കേട്ടുള്ളത്. സൂപ്പർ ആയിരുന്നു ചേട്ടാ. താങ്ക് യു. ഈ വിജയുടെ തന്നെ ലിയോ എന്ന് പറഞ്ഞ സിനിമയിൽ ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് വേരിയേഷൻ ഉണ്ട് വിജയുടെ. അതൊന്ന് ജസ്റ്റ് ചെയ്യാം. ഒരു പാസ്റ്റ് പറ്റി അടിക്കടി പേസിട്ടോണ്ണா അതിൽ ഏതൊരു നല്ലതെടുക്കണം. எனக்கு அந்த மாதிரி எதுவும் இல்லை. என் பாஸ்டில் நான் தெரிஞ்சோ தெரியாமலோ நிறைய தப்பு பண்ணியிருக்கேன். அது திருத்திக்கிறது கடைசி சான்ஸ் தான் இந்த குடும்பம். இந்த குடும்பத்தை காப்பாத்துக்கு நான் எந்த அளவுக்கு வேணா போவேன். லியோ அப்படி ஒருத்தன் சத்தம் அப்படின்ற ஊரு சுட்டிருக்கிற ஆளு நம்ப வைக்கணும்னா அதுக்கு முதல்ல நான் நம்பணும். லியோ செத்துட்டாங்கிறது நான் நம்புறேன். താങ്ക് യു. ഇനി നമ്മുടെ മലയാളത്തിൽ മേലെപ്പറമ്പിലെ ആൺവീട് തെങ്കാശി പറഞ്ഞ സിനിമയിൽ കൗണ്ടർ വേഷം ചെയ്ത വിനു ചക്രവർത്തിയുടെ ആ വോയിസ് ഒന്ന് കേൾക്കാം. தம்பி, நீ கேட்கிற விலைக்கு ஒன்னும் ஸ்பிரிட் கிடைக்காது. இத பார், இந்த ஆண்டிப்பட்டி வீரபாண்டி தேவர் ஒரு விலை சொல்லிட்டா மாறவே மாட்டா. முடிஞ்ச நான் சொன்ன விலைக்கு ஸ்பிரிட் எடுத்துட்டு போ, இல்ல இடத்தை விட்டு காலி பண்ணு. கேட்டோ കുട്ടനായർ, വണക്കം. അടുത്ത നമുക്ക് ഇനി മലയാളത്തിലേക്ക് വരാം. നമ്മുടെ യുവനടന്മാരിൽ ശ്രദ്ധേയനായ നസ്ലിന്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ ആ ഒരു ഡയലോഗ് പോർഷൻ. അവൻ സമ്മതിച്ച് എന്ത് പണ്ടാരോണവൻ, ഒരുമാതിരി ജാടയും ചെന്ന വഴിക്കൊരു പഞ്ച് ഡയലോഗും. എനിക്കാണെങ്കിൽ പൊളിഞ്ഞിട്ട് ഇവനാരും കൊണ്ടോണ്ട് നോയിക്കോട്ടാ. നിനക്കൊന്നും വേറെ പണിയില്ലേ പെമ്പിള്ളയുടെ പിന്നാലെ പോവാൻ. രവി സാറിന്റെ ഡേറ്റ് മൊത്തം ക്ലാഷാണ്. ഞങ്ങൾ പോയിട്ട് വേണം കൊമേഴ്സാർക്ക് പോവാൻ, കൊമേഴ്സാർക്ക് പോയിട്ട് വേണം സയൻസുകാർക്ക് പോവാൻ. എന്തൊക്കെയായിരുന്നു രവി, പപ്പൻ, ബുള്ളറ്റ്, ഒച്ച്. താങ്ക് യു ഫാദർ. താങ്ക് യു. ഇവിടെ വന്ന ഒരു ആർട്ടിസ്റ്റ് സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി. അടുത്തത് നമ്മുടെ അസീസേറിന് ഇഷ്ടപ്പെട്ട ജയ 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 എന്ന സിനിമയിലെ ബേസിലേണ്ട അമ്മയായിട്ട് അഭിനയിച്ച കനകൻ ചേച്ചിയുടെ ആ ഒരു വോയിസ്. അപ്പൊ അവനോണ്ട അടിയൊന്നും അല്ലേ അനി, നീ കേക്കണം കേട്ടോ. അയ്യോ അടിയൊന്നും അല്ല, ചവിട്ട്. എൻ്റെ ദൈവം ഇതുപോലെയൊക്കെ ഒരു മനുഷ്യനെ എടുത്തിട്ട് ചവിട്ടോ. ഇവളുടെ ചവിട്ട് കൊണ്ട് എൻ്റെ ചെറുക്കനെ അങ്ങ് വീണത് ഗീതയുടെ പറമ്പില. അവിടുന്ന് പെറുക്കി എടുത്തോണ്ട് വന്നത്. അയ്യോ എൻ്റെ മോനെ കൊല്ലല്ലേ, അവൻ പാവാണേ.
നോക്കിക്കോണ്ടല്ലോ. അസിസിക്ക അടിപൊളിയായിരുന്നില്ല അസിസിക്ക? അടുത്ത നമ്മുടെ സലീം കുമാറേട്ടനോട് ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗ്യാസിന്റെ പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാൽ സലീം കുമാറേട്ടന്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? പ്രിയമുള്ളവര്, കേരളത്തിൽ ഇപ്പോ ഗ്യാസിന്റെ പ്രശ്നം ഭയങ്കര രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ മലയാളികൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ബോണ്ട എന്നിവ പാചകം ചെയ്യുന്നത് കൺട്രോൾ ചെയ്താൽ മതി. പേരെന്തു നമ്മളത് വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും ഗ്യാസിന്റെ പ്രശ്നം അതിരൂക്ഷമാവുന്നു ഞാൻ അറിയിപ്പ് നൽകുന്നു. അടിപൊളി ചേട്ടാ, സൂപ്പർ. അടുത്ത നമ്മുടെ ആവേശം എന്ന സിനിമയിലെ അമ്പാൻ ചേട്ടന്റെ സജിൻ ഗോപി ചേട്ടന്റെ ഒരു സൗണ്ട്. നിങ്ങൾക്കൊന്നും അറിയാൻ പാടാത്ത, നിങ്ങളൊന്നും കാണാത്ത ഒരുപാട് കഴിവുണ്ട് നമ്മുടെ അണ്ണൻ. അണ്ണൻ പണ്ട് കൊച്ചി പോയ സമയത്ത് ആർക്കും വേണ്ടാത്ത വില കുറഞ്ഞൊരു സ്ഥലവും കൊണ്ട് മേടിച്ച്. അതാണിപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അണ്ണന് ഈ നൊസ്റ്റാളജിയുടെ അസുഖമുണ്ടേ, അതുകൊണ്ട് കർണാടകയിൽ ബന്ദിപ്പത്തോട്ടങ്ങ് വാങ്ങി. മനസ്സിലായ? എന്താടാ നിനക്ക് ബോറടിച്ച? നിനക്ക് മാസമാണ് വേണ്ടത്. അണ്ണ വണ്ടി ആശുപത്രിയിലേക്ക് പോകണം, കുഴപ്പമാണ്. ഇതും കൂടി കൂട്ടി 232ാമത്തെ വെട്ട്. അടിപൊളി. നമ്മുടെ മലയാളത്തിന്റെ കേരളത്തിലെ തന്നെ അഭിമാനമായ സഞ്ജു സാംസൺ. ഇല്ലേട്ടാ സച്ചിൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോളിയെ നോക്കാറില്ലേട്ടാ. ബോളി കാണുമ്പോൾ തന്നെ വലിച്ചടിക്കാനേ നോക്കത്തുള്ളൂ. ഈ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ, തനി ഉണ്ടായി വരേണ്ടതല്ലേ. ഇതുപോലെ IPL ചെന്നൈയായിട്ട് മാച്ച് എടുക്കുന്ന സമയത്ത് 6 ബോൾ 20 റൺസ് വേണം ജയിക്കാനായിട്ട്. ബാറ്റിംഗ് രീതിയിൽ നിൽക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണി, ബോൾ ചെയ്യുന്നത് സന്ദീപ് ശർമ്മ. ഫസ്റ്റ് ബോൾ എറിഞ്ഞു വൈഡ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ചെക്കൻ നല്ല പ്രഷറിലാണ്. ഞാൻ അവൻ്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നിൻ്റെ മനസ്സിലെന്താണ് തോന്നുന്നത് അതുപോലെ കട്ടക്ക് എറിയാൻ പറഞ്ഞു. കട്ടക്കുമേ ഡാലോ ഹിന്ദിയിലങ്ങ് പറഞ്ഞു കൊടുത്തു. സന്ദീപ് ശർമ്മ അടുത്ത ബോൾ എറിഞ്ഞു, കളി ജയിച്ചു. മാച്ച് കഴിഞ്ഞ ശേഷം എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാൽ എന്ത് മന്ത്രമാണ് സഞ്ജു സാംസൺ സന്ദീപ് ശർമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്? അടുത്ത് നമ്മുടെ ആറാട്ടനോട് നമ്മുടെ ഈ ചൂടുവെയിലിനെ കുറിച്ച് റിവ്യൂ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ആറാട്ടൻ്റെ സ്റ്റൈലിൽ പറഞ്ഞു? ബേസിക്കലി വെയിൽ ഭയങ്കര ഹോട്ടാണ്. രാവിലെ 6 മണിക്ക് തന്നെ സൂര്യൻ പെർഫോമൻസ് ആരംഭിക്കും. നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ ചൂടെടുക്കുന്നതാണ്. ആദ്യ അതിമനോഹരമാണ്. രണ്ടാമത് ഫുൾ സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മളെ കണ്ണീരിലാഴ്ത്തും. സപ്പോർട്ടിങ് ആർട്സിലെ കോടയും തൊപ്പി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സൂര്യ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. കോൾഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ അറാടുകയാണ്. അടിപൊളി. എങ്ങനെ ചേട്ടാ വർക്കും മിമിക്രിയും കൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതായത് ചെയ്യുന്ന എല്ലാ സ്റ്റാറും നന്നായിട്ടുണ്ടായിരുന്നു. സത്യം, അതെ. എങ്ങനെയാണ് ജോലിയും ഇതും കൂടെ കൊണ്ടുപോകുന്നത്? ഈ മിമിക്രി എന്റെ പാഷനാണ്. ജോലി കിട്ടുമ്പോൾ ഞാൻ മിമിക്രി ചെയ്യാറുണ്ടായിരുന്നു. അല്ല, പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ടോ സ്റ്റേജ്? ഞാൻ ട്രൂപ്പിലൊക്കെ പോകാറുണ്ട്. വയനാട് ചെയ്യാന്നൊരു ട്രൂപ്പൊക്കെ ഉണ്ട്, അവിടെ പോകാറുണ്ട്. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു. നന്നായിരുന്നു ഹരീഷേ, അടിപൊളിയായിരുന്നു, ഗംഭീരമാട്ടെ. താങ്ക് യു. പ്രദേശം എറണാകുളത്താണല്ലോ ഹരീഷേ? എറണാകുളത്തായിരുന്നു വീട്. ജോലി വയനാടുകാരനായി മാറി. മനോഹരമായിട്ടുള്ള മിമിക്രിയാണ് അവിടെ കാഴ്ചവെക്കുന്നത് അല്ലേ? വയനാട് എന്ന് പറഞ്ഞാൽ അറിയാലോ, മനോഹരമായ സ്ഥലമാണ്. അതെ അതെ. എന്തായാലും ജീവിതം മനോഹരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപൊളി. സൂപ്പർ. ചേച്ചിമാരെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഒരു വലിയ കൈഡി കൊടുത്ത് ഹരിശേട്ടനെ. അപ്പൊ ഹരിശേട്ട വയനാട്ടിൽ മാത്രമല്ല ഒരുപാടധികം സ്റ്റേജസ് ഹരിശേട്ടൻ ഇനി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. ഇനിയും വരണം നമ്മുടെ ഐറ്റം വേറയുടെ വേദിയിൽ കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ ഈ ഐറ്റം വേറെ പ്രോഗ്രാമിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണെന്ന് സംഭവം നടന്നത്. സമയമുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും see you ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗംഭീര എപ്പിസോഡ് ഗംഭീരമായിട്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്റെ പിങ്ക് ലേഡീസ്, നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? ആസ്വദിച്ചെങ്കിൽ ചേച്ചിമാരെ ഒരു വലിയ കൈയ്യടി തരിക. ഓക്കെ, എന്റെ കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഇന്ന് ജോയിൻ ചെയ്തതിൽ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിസ് ഇസ് മീനാക്ഷി സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.